ഹലോ, ഗുഡ് ഈവനിങ് ആൾ എല്ലാവരും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ചില ആക്ടിവിറ്റീസ് നമ്മൾ മൊബൈലിലായിരിക്കും കാണുന്നത്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കൂടി ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളിലാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2016 വരെ ബാംഗ്ലൂർ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2016 മുതൽ 20 വരെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓഫ്ലൈൻ ആയിരുന്നു. 2020 ശേഷം നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഓൺലൈനാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്ററിന്റെ ഓഫീസ് എന്ന് പറയുന്നത് കണ്ണൂരിലും തിരുവനന്തപുരത്തും ഉണ്ടെങ്കിലും എല്ലാ ക്ലാസ്സുകളും നമുക്ക് ഓൺലൈനിലൂടെയാണ് നടക്കുന്നത്. സോ ഏകദേശം 1000-ഓളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. സോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സെഷൻ ഞാൻ എടുക്കുന്നത് തിരുവനന്തപുരത്ത് ഇരുന്നാണ്. നിങ്ങൾ പല ലൊക്കേഷനിൽ നിന്നായിരിക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. ഏതൊക്കെ ലൊക്കേഷൻ ആണെന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ കൂടി ചാറ്റ് വിൻഡോയിൽ ഇടാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. നിങ്ങൾ ഇവിടെ നിന്നൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് ചാറ്റ് വിൻഡോയിൽ ഇടാവുന്നതാണ്. ചാറ്റ് വിൻഡോയിൽ ഓപ്പൺ ആണ്. മാംഗ്ലൂർ, മസ്കറ്റ്, ജർമ്മനി, മലപ്പുറം, കോട്ടയം, ട്രിവാൻഡ്രം, തൃശ്ശൂർ. താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ സെഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ വരുമ്പോൾ തന്നെ ഫസ്റ്റ് Q&A സെഷൻ വരുന്നതായിരിക്കും. ഏറ്റവും അവസാനവും ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ അതുപോലെ തന്നെ ഈ ഒരു സെഷന് 2 ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള അവയർനെസ് എല്ലാവരിലേക്ക് എത്തിക്കുക. അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളുകളൊക്കെ എങ്ങനെ നമ്മുടെ ബിസിനസ്സിലും ജോലിയിലും അതേപോലെ തന്നെ വരുമാനം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതുപോലെ തന്നെ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്റർ നടത്തുന്ന പെയ്ഡ് കോഴ്സിനെ പറ്റി കൂടി ഇതിന്റെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ത്രൂ ഔട്ട് നമ്മുടെ പെയ്ഡ് കോഴ്സിന്റെ പ്രൊമോഷൻ അല്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ടോപ്പിക്കിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. റെഡിയാണോ? ടോപ്പിക്കുകളിലേക്ക് പോകാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ യെസ്, റെഡിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ നമ്മൾ ഇന്ന് കാണുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വർഷത്തിൽ 36 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റ് സർവീസിലൂടെ നേടാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങൾ, ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്, എങ്ങനെ പോസ്റ്ററുകളും ലോഗോയൊക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നത്, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതും പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ഓൺലൈൻ മണി മേക്കിംഗിലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ആമസോൺ സെല്ലർ അക്കൗണ്ട്, ആമസോണിലൂടെ എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, ഡൊമൈൻ നെയിമുകൾ, എന്താണ് ഡൊമൈൻ നെയിം, വെബ് അഡ്രസ്സുകൾ എന്നൊക്കെ പറയുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് തന്നെ നടക്കാം. ഇന്നത്തെ ഈ ഒരു ക്ലാസിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വർഷത്തിന് 36 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റ് സർവീസിലൂടെ നേടുന്നത് എങ്ങനെ. സോ അതെന്താണ് ആക്ച്വലി ആ സംവിധാനം, സോ അതിനെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, നമുക്കൊന്ന് നോക്കാം. സോ ഇതെന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ നമുക്ക് ഈ ഒരു എമൗണ്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്യുക. നമുക്ക് എത്ര എമൗണ്ട് നമുക്ക് ഒരു വർഷത്തിൽ നേടണമോ അതിന്റെ ഒരു ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് മിഷൻ 36 ലാക്സ് എന്ന് പറയുന്ന ആ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു വർഷത്തിന് 36 ലക്ഷം രൂപ, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ഗോളാണ്. സോ ഇതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ആദ്യം അതിനെ നമ്മൾ മന്ത്ലി ഗോൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം എത്രയോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ ഇയർലി ഗോളിനെ എന്ത് ചെയ്യുക, മന്ത്ലി ഗോൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ഓരോ മാസവും നമ്മൾ 3 ലക്ഷം രൂപ വീതം ഏൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 36 ലക്ഷം എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ ഇതിന് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആരംഭിക്കാൻ സാധിക്കും. സോ അപ്പോൾ എന്താണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ പ്രാധാന്യം എന്താണ്, അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് ചെയ്യാൻ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. ഇപ്പൊ ബിസിനസ്സുകളെല്ലാം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഗൂഗിളിലൂടെയും AI ടൂളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഇത് ഇല്ലാതെ ഒരു ബിസിനസ്സുകാർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നമുക്കിത് സർവീസായിട്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം. നമുക്കൊരു ഇന്റർനെറ്റ് കണക്ഷനും അതുപോലെ തന്നെ നമുക്ക് ഇത് ചെയ്യാനുള്ള സ്കില്ലും മാത്രമാണ് വേണ്ടുന്നത്. സോ ഈ ഒരു മരത്തിൽ കാണുന്ന മാങ്ങകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ക്ലയൻസ് ആണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആകാൻ സാധ്യതയുള്ളവരാണെന്നിരിക്കട്ടെ. സോ അവരെ സ്വന്തമാക്കാൻ പല മാർക്കറ്റേഴ്സ് ശ്രമിക്കുകയാണ്. ഒരു ട്രഡീഷണൽ മാർക്കറ്റ് വഴിയിലൊക്കെ നോട്ടീസ് വിതരണം ചെയ്യുക, പത്രത്തിൽ മാത്രം പരസ്യം ചെയ്തിട്ട് കാത്തിരിക്കുക. അതേസമയം ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റർ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഫേസ്ബുക്കിലൂടെയും ഗൂഗിളിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. സോ അതാണ് ഫ്ലൈ ഹൈ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ സോഷ്യൽ മീഡിയകളും ഗൂഗിളും AI ടൂളുകളൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബിസിനസ് ഇല്ലെങ്കിൽ ഇത് നമുക്ക് സർവീസ് ആയിട്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ മേഖലയിൽ നമുക്ക് ജോലി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. സോ അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആരംഭിക്കണമെങ്കിൽ മിനിമം എന്ത് കാര്യങ്ങളാണ് അറിയേണ്ടത്? സോ മിനിമം 2 കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതിലൊന്നെന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്ന സ്കില്ലാണ്. അതായത് പോസ്റ്ററുകളും ലോഗോയും ഒക്കെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ അറിയേണ്ട ഒരു സംഗതിയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അഡ്വർടൈസ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്വന്തം ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം. സോ അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ആദ്യത്തെ AI ടൂളിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഡിസൈൻ ചെയ്യുന്ന AI ടൂളിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഞാനിവിടെ പറയുന്ന AI ടൂളുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, റെഡിയാണ്? ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ AI ടൂൾ കാണാൻ പോവുകയാണ്. ആ ടൂളിന്റെ പേരാണ് ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന AI ടൂൾ. ഗ്രാഫിക് ഡിസൈൻ ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതായത് മൈക്രോസോഫ്റ്റിന്റെ ടൂളാണിത്. AI ബിങ് ഇമേജ് ക്രിയേറ്റർ എന്നോ അല്ലെങ്കിൽ ബിങ് ഇമേജ് ക്രിയേറ്റർ എന്നോ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ലിങ്ക് ലഭിക്കും. ഫ്രീ ആയിട്ട് ഈ ടൂൾ യൂസ് ചെയ്യാം. പെയ്ഡ് പ്ലാനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് ബിങ് ഇമേജ് ക്രിയേറ്ററിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുക. സോ ബിങ് ഇമേജ് ക്രിയേറ്റർ നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കും. bing.com/create എന്ന് പറയുന്ന ലിങ്ക്. സോ ആ ഒരു ടൂളിലേക്ക് വന്ന് നമ്മൾ ഇവിടെ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഡിസൈൻ ചെയ്ത് തരും. അതായത് ഒരു സിമ്പിൾ കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ അത് ഡിസൈൻ ചെയ്ത് തരും. ഇപ്പൊ നമുക്കൊരു കമാൻഡ് കൊടുത്ത് നോക്കാം. ഇപ്പൊ എനിക്കൊരു പെർഫ്യൂം ബോട്ടിലിനെ ഡിസൈൻ ചെയ്യണമെന്നിരിക്കട്ടെ. ഓക്കെ, സോ ഞാൻ ഇതിനകത്തേക്ക് വന്ന് ഒരു സിമ്പിൾ കമാൻഡ് കൊടുക്കുകയാണ്. ക്രിയേറ്റ് 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ. പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ആണ് ചെയ്തു തരേണ്ടത്. സോ വിത്ത് ബ്രാൻഡ് നെയിം റോയൽ മാജിക്. റോയൽ മാജിക് എന്ന ബ്രാൻഡ് നെയിമോട് കൂടിയുള്ള ഒരു ഡിസൈൻ ആണ് വരേണ്ടത്. സോ ഈ പേരിലുള്ള ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ആണ് വേണ്ടത് എന്ന് ഞാൻ ഇതിനകത്തേക്ക് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് AI ഉപയോഗിച്ചുകൊണ്ട് തനിയെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരും. ഇപ്പൊ ഇവിടെ AI ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ആ പെർഫ്യൂം ബോട്ടിലുകളുടെ ഡിസൈൻ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ കമാൻഡ് കൊടുത്തുകൊണ്ട് നമുക്ക് ഡിസൈൻസ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ കമാൻഡ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇതേപോലെ കമാൻഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നത്. വന്നു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് 4 ഡിസൈനുകൾ വന്നിരിക്കുന്നു. റോയൽ മാജിക് എന്ന പേരിൽ തന്നെയാണത് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഒരു സിംഗിൾ കമാൻഡിൽ നമുക്ക് 4 ഡിസൈനുകൾ ഇവിടെ ചെയ്ത് തന്നിരിക്കുന്നു. സോ നമ്മൾ കൊടുത്ത ആ ബ്രാൻഡ് നെയിം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ കമാൻഡ് കൊടുത്താൽ മതി. ഈ കമാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഡിസൈൻ ചെയ്ത ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ഇമേജ് നമുക്കൊന്ന് നോക്കാം. ഞാൻ കൊടുത്ത ആ ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ചെയ്ത് തരാൻ പറഞ്ഞു. മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെച്ചുകൊണ്ട് ആ ഒരു പേരോട് കൂടി തന്നെയാണ് അത് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഫോൺ നമ്പറോ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ അത് ആഡ് ചെയ്യാനും ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഫോൺ നമ്പറോ നമ്മുടെ ലോഗോയോ ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് ഈ ഡിസൈൻ പൂർത്തിയാക്കാൻ സാധിക്കും. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയ ഡിസൈനിനകത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്താനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഒക്കെ നമുക്ക് സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു ഡിസൈനിനകത്ത് നമുക്ക് ഈ ഒരു ഫോൺ നമ്പർ ഓർഡർ നൗ എന്ന് പറഞ്ഞ് ഈ ഫോൺ നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് വളരെ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ടി എന്ന് കാണാൻ സാധിക്കും. ടി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ്. ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്ത് നല്ല ഫോണ്ടിൽ നല്ല സ്റ്റൈലിൽ നമുക്ക് ആ നമ്പറൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. സോ അപ്പോൾ ഈ ഒരു ടൂള് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു ഡിസൈനറെ അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് എപ്പോഴും പൈസ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് തന്നെ സിമ്പിൾ കമാൻഡ് കൊടുത്ത് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. സോ ഡിസൈനിങ്ങിൽ ഒരു പരിചയം ഇല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്ത് നല്ല ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അല്ലാതെ ഫോട്ടോഷോപ്പ് ഒക്കെ പഠിച്ച് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഓർഡർ നൗ എന്ന് പറയുന്ന ഫോൺ നമ്പർ കൂടി ഞാൻ ഇതിന്റെ അടിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സോ ഈ രീതിയിൽ നമുക്ക് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ടൂളിന്റെ പേര് ഓർത്തിരിക്കുക. ബിങ് ഇമേജ് ക്രിയേറ്റർ എന്നാണ് ടൂളിന്റെ പേര്. AI ബിങ് ഇമേജ് ക്രിയേറ്റർ. ഇനി ഇതിനകത്ത് ഈ കമാൻഡ് ഇതേപോലെയുള്ള കമാൻഡുകൾ ഉണ്ടാക്കാനും നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ടൂളിൽ തന്നെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. സോ ആ എക്സാമ്പിൾ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ തന്നെ നമുക്ക് ഓരോ ഡിസൈനും എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. ഇപ്പൊ ഞാനിവിടെ ആ ഒരു എക്സാമ്പിൾസിന്റെ വിൻഡോ കാണിക്കാം. അതായത് ഇതെല്ലാം ഇതിനകത്ത് ഓരോ കമാൻഡ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ആണെന്നുള്ള ഉദാഹരണങ്ങൾ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു കമാൻഡ് കൊടുത്തപ്പോഴാണ്
ഈ ഒരു ഡിസൈൻ കിട്ടിയത് എന്നുള്ള നിരവധി എക്സാമ്പിൾസ് നമുക്കിതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു AI ടൂൾ യൂസ് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂളിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. ഡിസൈൻ ചെയ്യുന്നത് കമാൻഡ് കൊടുത്ത് ഡിസൈൻ ചെയ്യുന്ന ഒരു ടൂളാണ് കണ്ടത്. യെസ്, റെഡിയാണ്. ഓക്കെ ഓക്കെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന രണ്ടാമത്തെ ടൂൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ക്യാൻവ എന്ന് പറയുന്ന ടൂളാണ്. നിങ്ങൾ ചിലരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. യൂസ് ചെയ്യാത്തവർ യൂസ് ചെയ്ത് തുടങ്ങുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൂളാണ്, പക്ഷെ വളരെ പവർഫുൾ ആണ്. canva.com എന്നാണ് ഈ സൈറ്റിന്റെ പേര്. മൊബൈലിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ക്യാൻവയുടെ മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു ഡിസൈൻ ഇതിനകത്ത് ഒരെണ്ണം ചെയ്യാം. ഓക്കെ, canva.com എന്ന് പറയുന്ന സൈറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിന് പെയ്ഡ് പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, canva.com എന്ന് പറയുന്ന സൈറ്റ് ഞാൻ സൈറ്റിനകത്തേക്ക് ഞാനൊന്ന് ലോഗിൻ ചെയ്യുകയാണ്. സോ ഇതിലേക്ക് വന്ന് നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ എന്താണ് എന്നുള്ളത് ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കൊരു ലോഗോ ആണ് ഡിസൈൻ ചെയ്യേണ്ടതിരിക്കട്ടെ. ഒരു ലോഗോ ആണ് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ എന്തിന്റെ ലോഗോ ആണ് ഡിസൈൻ ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു റെസ്റ്റോറന്റിന്റെ അല്ലെങ്കിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോഗോ ആണ് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ ഫുഡ് ലോഗോ എന്ന് കൊടുക്കാം. സോ അതേപോലെ നമുക്ക് എന്താണോ വേണ്ടുന്നത് അത് നമ്മൾ ഇതിനകത്തേക്ക് സെർച്ച് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ ഫുഡ് ലോഗോ എന്ന് സെർച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ലോഗോകളുടെ ഡിസൈനുകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് കളറൊക്കെ കൊടുത്ത് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. സോ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നേന്നൊരു ഡിസൈൻ ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് പോളിസി പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വേണം. നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാം? ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് സെർച്ച് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിരവധി ടെംപ്ലേറ്റ്സ് കിട്ടും. ആ ടെംപ്ലേറ്റ്സിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് ഒരു ഡിസൈൻ ആക്കി മാറ്റാൻ സാധിക്കും. ഞാനിവിടെ ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്നാണ് സെർച്ച് ചെയ്തത്. നമുക്ക് ഇൻഷുറൻസ് പോളിസികൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ നിരവധി ഡിസൈനുകൾ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഡിസൈൻ ആക്കി മാറ്റാം. ഓക്കെ, സോ അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻവ എന്ന് പറയുന്ന ടൂളിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് സെർച്ച് ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഡിസൈൻ ചെയ്ത നിരവധി ഡിസൈൻസ് നമുക്ക് ആൾറെഡി അതിനകത്ത് ലഭിക്കും. അതിനെ എടുത്ത് കസ്റ്റമൈസ് ചെയ്താൽ മതി. കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും ലോഗോയും ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഡിസൈൻ ആക്കി മാറ്റാൻ സാധിക്കും. അതാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒന്നേന്നൊരു ഡിസൈൻ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സോ ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാഫിക് ഡിസൈനറെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും അവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു ഇൻഷുറൻസ് പോളിസി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റർ നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എനിക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പോവുകയാണ് 2 മിനിറ്റ് കൊണ്ട്. ഓക്കെ, നമ്മളിവിടെ ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്തപ്പോൾ നിരവധി ഡിസൈൻസ് വന്നു. ഇതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ സെലക്ട് ചെയ്ത ഡിസൈനിനകത്ത് ചേഞ്ചസ് വരുത്താൻ കസ്റ്റമൈസ് എന്ന് കൊടുക്കുക. കസ്റ്റമൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് എഡിറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ഓരോ കമ്പണന്റും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാം, വെബ്സൈറ്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാം, ലോഗോ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഇതിനകത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ എന്ന് പറയുന്നത് ഒരു ഡമ്മി നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ അവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഫോൺ നമ്പർ അവിടെ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെബ്സൈറ്റ് ഇല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാനിവിടെ galaxy.com എന്ന് കൊടുത്തു. ഇനി ലൈഫ് ആൻഡ് ഫാമിലി എന്നുള്ളത് എനിക്ക് മാറ്റിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ആക്കണമെങ്കിൽ ഹെൽത്ത് എന്ന് കൊടുക്കുക. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത് അവിടെ തന്നെയുണ്ട്. ഇനി ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ലോഗോയ്ക്ക് പോയാൽ നമ്മുടെ ഒരു ലോഗോയുടെ വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ പൂർത്തിയാവും. അപ്പൊ ഈ ലോഗോ ഡിലീറ്റ് ചെയ്യാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഭാഗം ഡിലീറ്റ് ചെയ്യുക. അവിടേക്ക് നമ്മുടെ ഒരു ലോഗോ കൊടുക്കാൻ എന്ത് ചെയ്താൽ ഇതിനകത്തേക്ക് ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പുറമേ നിന്ന് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു ലോഗോ അപ്ലോഡ് ചെയ്യാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ എടുത്ത് വെക്കുകയാണ്. നോക്കിയാൽ നമ്മുടെ ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞു. നമ്മുടെ ഇൻഷുറൻസ് പോളിസിയുടെ ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് ഇനി ഇത് മലയാളത്തിലാണ് വേണ്ടതിരിക്കട്ടെ. മലയാളത്തിലാണ് ഇപ്പൊ ഹെൽത്ത് എന്നുള്ളത് എനിക്ക് മലയാളത്തിൽ എഴുതണമെങ്കിൽ മലയാളം കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ അതിനിവിടെ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂള് ബ്രൗസറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം ഞാൻ അവിടെ ഹെൽത്ത് എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇതേപോലെ നമുക്ക് മലയാളത്തിലോ ഏത് ഭാഷയിലും വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അപ്പം ക്യാൻവ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാൻവയ്ക്കകത്ത് നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ, അതുപോലെ തന്നെ ലോഗോ നിർമ്മിക്കാൻ സാധിക്കും, ബ്രോഷർ, യൂട്യൂബ് തംബ്നെയിൽ, കവർ പിക്ചർ, ഇങ്ങനെ നിരവധി ഡിസൈനുകൾ നമുക്ക് ചെയ്യാം. ഈവൻ വീഡിയോ ടെംപ്ലേറ്റ്സ് അതിനകത്ത് അവൈലബിൾ ആണ്.
സോ ഇത് തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ സ്ക്രീൻ ഞാനൊന്ന് ഷെയർ ചെയ്തതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും രണ്ടിലും ഈ ക്യാൻവയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ക്യാൻവ ഒന്ന് സെർച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് കാണാം ആപ്ലിക്കേഷൻ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. സോ ക്യാൻവ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നീല കളറിലുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കും. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഫോട്ടോ വീഡിയോ എഡിറ്റർ ക്യാൻവ. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നേരത്തെ കമ്പ്യൂട്ടറിൽ കാണിച്ചതുപോലെയുള്ള ഡിസൈനുകൾ ഇതിനകത്ത് നമുക്ക് ലഭിക്കും. അത് നമുക്ക് എഡിറ്റ് ചെയ്ത് അന്നേരം തന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ 2 ടൂളുകളാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പരിചയപ്പെട്ടത്. ഒന്ന് ബിങ് ഇമേജ് ക്രിയേറ്ററും രണ്ടാമത്തത് ക്യാൻവ. ഈ 2 ടൂളും നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം. ഒരു മുൻപരിചയം ഇല്ലാത്തവർക്കും ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിനി ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്താൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊമോഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. റെഡി ആണെങ്കിൽ ലെസ് ഒന്ന് കമന്റ് ചെയ്യാം. ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെ, അതിലേക്ക് കിടക്കാൻ റെഡിയാണോ? ഓക്കെ, റെഡിയാണോ? ഓക്കെ, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. സോ ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താണ് ആക്ച്വലി ഇതിന്റെ പ്രയോജനം നമുക്ക് നോക്കാം. അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കുന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിന് ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ നേരത്തെയുള്ള കസ്റ്റമേഴ്സ് വേറെ ആരെങ്കിലും ഒക്കെ റെഫർ ചെയ്യുന്നോ അല്ലെങ്കിൽ അവർ തന്നെ വീണ്ടും വരുമെന്ന് വിചാരിച്ചിരിക്കുന്നത് മണ്ടത്തരമാണ്. നമ്മൾ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്കൊരു ബിസിനസ് ഇല്ലെങ്കിലോ, ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ഒരു സ്കില്ല് പഠിച്ച് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം. കാരണം ഇതില്ലാതെ ഒരു ബിസിനസ് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മൂന്നാമത്തത് ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്താണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇടയിൽ കാണുന്ന ചില പരസ്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളോ മറ്റ് പലരും ഇട്ടിരിക്കുന്ന പോസ്റ്റുകളോ ഒക്കെ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ ചിലത് സ്പോൺസേഡ് എന്നുള്ള രീതിയിൽ പരസ്യം കയറി വരിക. സ്പോൺസേഡ് ഇങ്ങനെ സ്പോൺസേഡ് ചെറിയൊരു ലേബിൾ കാണും. സോ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകളിൽ ചിലതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പരസ്യം കൊടുത്തവരുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സോ അങ്ങനെ വെബ്സൈറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവിടെ എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ സെല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഫോം അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഇതിന് പറയുന്നത് ട്രാഫിക് ആഡ് എന്നാണ്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിലേക്ക് ആൾക്കാർ കടന്നു വരുന്നതിന് ട്രാഫിക് എന്നാണ് പറയുന്നത്. വെബ്സൈറ്റ് ട്രാഫിക് എന്ന് പറയും. അപ്പൊ ഇത് ട്രാഫിക് ആഡാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നെങ്കിൽ അത് ട്രാഫിക് ആഡാണ്. ഇനി ചില പരസ്യങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഫോം ആയിരിക്കും വരുന്നത്. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചില അഡ്വർടൈസ്മെന്റ് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റ് വന്നിരിക്കുന്നത് ലക്ഷ്യ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യമാണ് വന്നിരിക്കുന്നത്. ഈ പരസ്യത്തിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു പോപ്പപ്പ് വിൻഡോ ആണ് വന്നിരിക്കുന്നത്. ഈ പോപ്പപ്പ് വിൻഡോയിൽ എനിക്കിവിടെ ഡേറ്റ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പറൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. ഇത് ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ അവർക്ക് ലഭിക്കുകയും അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എൻക്വയറിയാണ് അവർക്ക് ലഭിക്കുന്നത്. ഇതിന് പറയുന്നത് ലീഡ് ജനറേഷൻ ആഡ് എന്നാണ്. ലീഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എൻക്വയറീസ് അല്ലെങ്കിൽ കസ്റ്റമറുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സിനൊക്കെയാണ് ലീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പൊ ഇത് കസ്റ്റമർ എൻക്വയറീസ് നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും ലീഡ് ജനറേഷൻ ആഡിലൂടെ. ഇനി ചില പരസ്യങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നേരെ വാട്സാപ്പിലേക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. പരസ്യം കൊടുത്തവരുടെ വാട്സാപ്പിലേക്ക് പോയി ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് വാട്സാപ്പ് ചാറ്റ് ആഡുകൾ എന്ന് പറയും. ഇങ്ങനെയുള്ള പല പരസ്യങ്ങളും നമ്മൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാറുണ്ട്. ഇതാണ് ആക്ച്വലി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന സ്ഥലത്തുള്ള ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള മെയിൽ ഓർ ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൾക്കാരിലേക്ക് ടാർഗറ്റ് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരെ ഈ പരസ്യം കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഒരു പ്രോഡക്റ്റിനോ സർവീസിനോ എല്ലാവരും കസ്റ്റമേഴ്സ് അല്ല. അപ്പൊ നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ള ആൾക്കാരെ തന്നെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഈ പരസ്യം കാണിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എങ്ങനെയാണ് സെറ്റ് ചെയ്തത് നമുക്ക് നോക്കാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരിക. നമ്മുടെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരിക. ഇപ്പൊ ഞാൻ എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. സോ അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോം ഇവിടെ കിട്ടും. അതായത് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പേജസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഓൾറെഡി പേജ് ഉള്ളവർ ആ പേജ് നിലനിർത്തുക, ഇല്ലാത്തവർ പേജസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് 1 മിനിറ്റ് കൊണ്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ക്രിയേറ്റ് പേജ് എന്ന് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് പേജിൽ ക്ലിക്ക് ചെയ്ത് പബ്ലിക് പേജ് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പേജിന് ഒരു പേരും അതേപോലെ തന്നെ ലോഗോയും ഒക്കെ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് ഏജൻസി ആണ് എന്നിരിക്കട്ടെ. ഓക്കെ,
ഇൻഷുറൻസ് ഏജൻസിയുടെ പേരെന്ന് പറയുന്നത് ഗാലക്സി ഇൻഷുറൻസ് ആണ് എങ്കിൽ ഗാലക്സി ഇൻഷുറൻസ് നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ പേരായിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെന്താണോ അത് നമുക്ക് അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ബ്രാൻഡിന്റെ പേരെന്താണോ അത് അവിടെ കൊടുക്കാം. ഇനി ആ ലോഗോ നമ്മൾ അപ്ലോഡ് ചെയ്യുക, നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്യുക. കവർ പിക്ചർ ഇതേപോലെയുള്ള വീതിയുള്ള പിക്ചറൊക്കെ നമുക്ക് ക്യാൻവയിൽ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പേജിനകത്തേക്ക് നമുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അതിനകത്തേക്ക് നമുക്ക് പോസ്റ്റുകൾ ഇട്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടെ നമ്മൾ പോസ്റ്റുകൾ ഇട്ടിട്ട് ഇപ്പം എൻക്വയറീസ് വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണെങ്കിൽ മണ്ടത്തരമാണ്. കാരണം പക്ഷേ ആ പേജിന് അധികം ഫോളോവേഴ്സ് ഇല്ല, നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യുകയും നമുക്ക് അതിൽ നിന്ന് കൂടുതൽ എൻക്വയറീസ് ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്ന പോലെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡിന്റെ കാതലായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് വന്ന് പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ നമ്മുടെ കമ്പനിയുടെ ഒരു പേജ് എടുത്തിട്ട് പേജിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് എന്ന് കാണിക്കാം. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ വിവിധ പേജുകളിൽ ഒരു പേജാണ് നിങ്ങൾ ഈ കാണുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്നുള്ള ഈ ഒരു പേജ്. ഈ പേജിനകത്തേക്ക് പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓരോ പോസ്റ്റുകളും ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓരോ പോസ്റ്റിന്റെ അടിയിൽ കണ്ടോ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തേക്ക് പോസ്റ്റുകൾ ഇടുന്നത് നമ്മൾ സാധാരണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമുക്കിവിടെ വാട്ട് ഈസ് ന്യൂ യുവർ മൈൻഡ് എന്ന് പറഞ്ഞത് ഇതേപോലെ കാണിക്കും. അവിടെ നമ്മൾ ഫോട്ടോ ഓർ വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോട്ടോ ആയിക്കോട്ടെ നമുക്ക് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പോസ്റ്റ് ചെയ്തിടുന്ന ഓരോ പോസ്റ്റുകളുടെയും അടിയിൽ നമുക്ക് ഈ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ കിട്ടും. അപ്പൊ നമുക്ക് എന്താണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് അതിന് പറ്റിയ ഒരു ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പേജിനകത്തേക്ക് പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പോസ്റ്റിനകത്ത് നമ്മൾ ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് കിട്ടും. ഞാൻ ഇവിടെ ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് അത് ടാർഗറ്റ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് വരികയാണ്. ടാർഗറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ടാർഗറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള സംഗതികളാണ് ഇവിടെ കാണാൻ സാധിക്കും. മെൻ ഓർ വിമൻ, പുരുഷന്മാരെ ആണോ സ്ത്രീകളെ ആണോ ഈ പരസ്യം ടാർഗറ്റ് ചെയ്യേണ്ടത്, അത് രണ്ട് കൂട്ടരെയും കാണിക്കണമോ, ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. അത് കൂടാതെ ഏജ് ഗ്രൂപ്പ്, എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരിലേക്കാണ് ഈ പരസ്യം എത്തിക്കേണ്ടത് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇനി ഏത് സ്ഥലത്തുള്ള ആൾക്കാരെ കാണിക്കണം, നോക്കി ലൊക്കേഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് ചാലക്കുടി എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള ആൾക്കാരെ കാണിക്കണം. നമ്മളിവിടെ എന്ത് ചെയ്യുക, ചാലക്കുടി എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ ചാലക്കുടി എന്ന് പറയുന്ന ലൊക്കേഷൻ നമുക്കിവിടെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആ ലൊക്കേഷൻ ചുറ്റും ഒരു സർക്കിൾ ഫോം ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ സർക്കിളിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. ചാലക്കുടിയും കോട്ടയവും കൂടെ നമുക്ക് പരസ്യം കാണിക്കണമെങ്കിൽ കോട്ടയം എന്ന് പറയാൻ ഒന്നിലധികം സ്ഥലങ്ങൾ വേണമെങ്കിലും നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കോട്ടയം കൊടുത്തപ്പോൾ കോട്ടയവും ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് എത്ര സ്ഥലം വേണമെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ ഒരു കിലോമീറ്റർ ചുറ്റളവ് മതിയെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് കേരളം ഫുള്ളാണ് നമുക്ക് പരസ്യം കാണിക്കേണ്ടതെങ്കിൽ ഇവിടെ കേരള എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. കേരള സ്റ്റേറ്റ് ഫുള്ള് സെലക്ടഡ് ആവുന്ന കാണാൻ സാധിക്കും. ഇപ്പം കേരള സ്റ്റേറ്റ് ഫുള്ളി സെലക്ടഡ് ആയി. കേരളത്തിൽ മാത്രമല്ല UAE-യിലും നമുക്ക് പരസ്യം കാണിക്കണം. UAE എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് ഇവിടെ സെർച്ച് കൊടുക്കുക. നമുക്ക് UAE എന്ന് പറയുന്ന കൺട്രി നമുക്കിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമുക്ക് ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും പരസ്യം കൊടുക്കാൻ സാധിക്കും. ഓക്കെ, UAE ഞാൻ സെറ്റ് ചെയ്തപ്പോൾ UAE. ഇനി അവിടെ നമുക്ക് ദുബായ് മാത്രം മതിയെങ്കിൽ ദുബായ് മാത്രം സെറ്റ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ കൊണ്ട് തീരുന്നില്ല ടാർഗറ്റിംഗ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡീറ്റെയിൽ ടാർഗറ്റിംഗ്. ആൾക്കാരുടെ ജോലി വെച്ചിട്ടും ആൾക്കാരുടെ താല്പര്യങ്ങളൊക്കെ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ബിസിനസ്സുകാരെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ബിസിനസ് ഓണർ എന്ന് കൊടുക്കുക. ബിസിനസ് ചെയ്യുന്നവരെ കൃത്യമായിട്ടത് പരസ്യം കാണിക്കും. ഇനി അതല്ല നമുക്ക് പരസ്യം കാണിക്കേണ്ടത് സ്റ്റുഡൻസിനെ ആണെങ്കിൽ സ്റ്റുഡൻസ് എന്ന് കൊടുക്കാം. ഇനി ആൾക്കാരുടെ താല്പര്യങ്ങൾ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യും. ഇപ്പൊ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ താല്പര്യമുള്ളവരെ കാണിക്കണം, ഇൻഷുറൻസ് എന്ന് കൊടുക്കുക. സോ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് ആ പരസ്യം എത്തിക്കും. വെൽനെസ്സിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ കാണിക്കണം. ഇങ്ങനെ നമുക്ക് നിരവധി ടാർഗറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ബിസിനസ്സിലേക്ക് അട്രാക്റ്റഡ് ആവാൻ സാധ്യതയുള്ള കൈൻഡ് ഓഫ് എന്ത് ചെയ്യുക, ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ നമ്മളിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. സോ ഇതിനെ നമ്മൾ സേവ് ചെയ്യുവാണെങ്കിൽ വേറൊരു പരസ്യം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം നമ്മളിത് സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു പരസ്യം കൊടുക്കുമ്പോൾ ഇത്രയും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന് എന്ത് ചെലവ് വരും? ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണ്. ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത് മിനിമം ചാർജ് 91-92 രൂപയിലേക്ക് ആരംഭിക്കുന്നു. ഒരു ദിവസത്തേക്കുള്ള പ്രൊമോഷന്റെ ചാർജാണ്.
സോ ഇത് നമ്മൾ വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ റീച്ചും അതേപോലെ നമുക്ക് കിട്ടുന്ന എൻക്വയറീസും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മളൊരു ആവറേജ് ഒരു 200 രൂപ വെച്ചിട്ട് ഒരു 5 ദിവസത്തേക്ക് പരസ്യം റൺ ചെയ്യുന്നു. എത്ര ദിവസം ഓടിക്കണം എന്നൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. 1 ദിവസം വേണോ, 2 ദിവസം വേണോ, 5 ദിവസം വേണോ എന്നൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ 5 ദിവസത്തേക്ക് 200 രൂപ ഓരോ ദിവസവും വീതം 5 ദിവസത്തേക്ക് 1000 രൂപ സ്പെൻഡ് ചെയ്തു. സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നെ പൈസ അടയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. പൈസ നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ അതിന് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള ഏത് പേയ്മെന്റ് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. സോ അതുവഴി നമ്മൾ ഈ പരസ്യം റൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഇത് ടാർഗറ്റ് ചെയ്ത ലൊക്കേഷനിലുള്ള ആൾക്കാരിലേക്ക് എത്തുകയും നമുക്ക് അതിൽ നിന്ന് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും. സോ നമ്മുടെ പരസ്യം എങ്ങനെയായിരിക്കും ആൾക്കാർ കാണുന്നത് എന്നൊക്കെ നമുക്ക് ഇവിടെ അതിന്റെ പ്രിവ്യൂ ഒക്കെ കാണാൻ സാധിക്കും. സോ അതിന്റെ അടിയിലുള്ള ബട്ടൺ എന്താണ് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വാട്സാപ്പിലേക്ക് മെസ്സേജ് വരുന്നത് വേണോ, നമുക്ക് ഫോൺ കോൾ വരുന്നതായിട്ട് വേണോ, ആൾക്കാർ ക്ലിക്ക് ചെയ്തവരുടെ ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്ന ടൈപ്പ് വേണോ, മെസ്സഞ്ചറിലേക്ക് മെസ്സേജ് ആയിട്ട് വരുന്നത് വേണോ, ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് വരുന്നത് വേണോ, ഏത് ടൈപ്പ് വേണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ നമ്മൾ പേയ്മെന്റ് അടച്ച് റൺ ചെയ്യുന്ന പരസ്യങ്ങൾക്ക് പറയുന്നതാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരസ്യം സെറ്റ് ചെയ്ത് ആ പരസ്യം നമ്മൾ കൃത്യമായിട്ട് കസ്റ്റമേഴ്സിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ബൂസ്റ്റ് ചെയ്ത് വിടുകയാണ്. സോ ഇത് ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ മാത്രമല്ല ചെയ്യാൻ സാധിക്കുന്നത്. ഇതേ ടൈപ്പ് ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ഇട്ടിട്ട് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫേസ്ബുക്കിലും പേജിനകത്ത് പോസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന പല പോസ്റ്റുകളുമാണ് നമ്മൾ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇടയിൽ കയറി വരുന്നത്. അതായത് മറ്റുള്ളവർ അവരുടെ പ്രൊഡക്റ്റോ സർവീസോ ബിസിനസ്സോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കയറി വരുന്നത് സ്പോൺസേഡ് എന്നുള്ള ലേബലിൽ. സോ ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കും എൻക്വയറീസ് വരും, അല്ലെങ്കിൽ ഇത് മറ്റൊരാൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. സോ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്ന റൂട്ട് ഒന്ന് ആലോചിക്കുക. എങ്ങനെയാണ് ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നത്? ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഈ കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒരു പരസ്യം കണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്യും, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരികയും നമ്മുടെ എക്സിക്യൂട്ടീവുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തായിരിക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ ഇതേപോലെയുള്ള അഡ്വർടൈസ്മെന്റുകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തത്, നമ്മൾ സെറ്റ് ചെയ്ത അഡ്വർടൈസ്മെന്റ് അത് ഞാൻ കൊടുത്തത് ബിസിനസ് ചെയ്യുന്നവരെ പരസ്യം കാണിക്കുക, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ പരസ്യം കാണിക്കുക, അതേപോലെ തന്നെ ഓൺലൈനിൽ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. സോ അത് പ്രകാരമായിരിക്കും നിങ്ങളിലേക്ക് എത്തിയെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതെങ്കിലും ഉള്ളവരാണ് നിങ്ങളെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അതായത് ബിസിനസ് ചെയ്യുന്നവരാണോ, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ള സംഗതികൾ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നു. സോ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ആ പരസ്യം നിങ്ങളിലേക്ക് എത്താൻ കാരണം നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതിലെങ്കിലും ഒന്നിനുള്ളവരായിരിക്കണം. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാൾക്ക് ഈ പരസ്യം ഇതേപോലെ പരസ്യം ചെയ്തു കൊടുക്കുമ്പോഴായിക്കോട്ടെ, കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് ആ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ പ്രൊമോഷൻ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അപ്പൊ ഈ ഒരു ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിന്റെ പേജിനകത്തും ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിലും ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇത് മാത്രമല്ല, ഇതിന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതി തന്നെ ഫേസ്ബുക്ക് നമുക്ക് തരുന്നുണ്ട്. സോ ഇതെങ്ങനെ എടുക്കുന്നത് എന്നുള്ളതൊന്ന് ഞാൻ ഇവിടെ കാണിക്കാം. ആഡ്സ് മാനേജർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ആഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു പാനൽ തന്നെ ഫേസ്ബുക്ക് തരുന്നുണ്ട്. കുറച്ചുകൂടെ വിശാലമായിട്ട് ആഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ തരുന്ന ഒരു പാനലാണ്. ഫേസ്ബുക്കിന്റെ ഹോം പേജ് എടുക്കുവാണെങ്കിൽ നമുക്ക് ആഡ്സ് മാനേജറിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കയറി വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാനലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന പാനലിനകത്ത് നമുക്ക് വിവിധ തരത്തിലുള്ള ആഡുകൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആഡ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇതാണ് ആക്ച്വലി ആഡ്സ് മാനേജർ എന്ന് പറയുന്ന പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആഡുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ സോ അത് എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എത്ര ലീഡ്സ്, എത്ര എൻക്വയറീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എത്രയായിരം ആൾക്കാരിലേക്ക് റീച്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കണക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്ത് എഴുതി കാണിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ആഡിനകത്ത് 1539 എൻക്വയറീസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് 29 എൻക്വയറീസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ആഡിനകത്ത് നമുക്ക് എത്രത്തോളം എൻക്വയറീസ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ അപ്പൊ ഈ ഒരു സ്കില്ല് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബിസിനസ് വളർത്തിയെടുക്കാനോ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ മൊബൈലിലാണെങ്കിൽ ഈ ആഡ്സ് മാനേജറിന് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ഉണ്ട്. കമ്പ്യൂട്ടറിൽ ആഡ്സ് മാനേജറിന് വേറെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിനകത്ത് ഫേസ്ബുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്ന കണ്ടാലോ? ഒരു പ്രോഗ്രാമിംഗ് ഇല്ലാതെ 5 മിനിറ്റ് കൊണ്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചാൽ ഫ്രീ ആയിട്ട്. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഒരു 1/4 മണിക്കൂറിനുള്ളിൽ വരുന്നുണ്ട് ക്വസ്റ്റ്യൻസിലേക്ക്. റെഡിയാണോ? യെസ്, റെഡിയാണ്. ഓക്കെ,
ഓൺലൈൻ വരുമാനം ഉണ്ടാക്കുന്നതിലേക്കെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. ഒരു പ്രോഗ്രാമിങ്ങും ഇല്ല, യാതൊരു പ്രോഗ്രാമിങ്ങും ഇല്ല, അതേപോലെ തന്നെ ഒരു മുൻപരിചയം ഇല്ലാത്തവർക്കും വെബ്സൈറ്റ് നിർമ്മിക്കാം. ഞാനിവിടെ ലൈവായിട്ട് ചെയ്ത് കാണിക്കാൻ പോവുകയാണത്. സോ പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പോഴത്തേക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി. പോസ്റ്റർ ഉണ്ടാക്കാനായിക്കോട്ടെ, വീഡിയോ ഉണ്ടാക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കാനായിക്കോട്ടെ, എല്ലാം നമുക്ക് സിമ്പിൾ കമാൻഡ് കൊടുത്ത് നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു കിടിലൻ AI വെബ്സൈറ്റ് ക്രിയേഷൻ ടൂൾ ആണ്. ആ ടൂളിന്റെ പേര് മിക്സോ എന്നാണ്. ആ ടൂളിന്റെ പേര് ഓക്കെ, AI വെബ്സൈറ്റ് ക്രിയേഷൻ ടൂൾ, mixo.io എന്നാണ് ഈ ടൂളിന്റെ പേര്. ഇതിനകത്തേക്ക് വന്ന് നമ്മൾ ഒരു സിമ്പിൾ കമാൻഡ് കൊടുത്ത് നോക്കാം, നമുക്കത് വെബ്സൈറ്റ് നിർമ്മിച്ചു തരുന്നുണ്ടോ നോക്കാം. സോ ഞാൻ mixo.io എന്ന് പറയുന്ന സൈറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. mixo.io. ഈ mixo.io എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതേപോലൊരു വിൻഡോ കാണാൻ സാധിക്കും. ഗെറ്റ് യുവർ ബിസിനസ് ഓൺലൈൻ ഇൻ മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഓൺലൈനിലാക്കാം. സോ അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് വരുന്നു. അവിടെയാണ് നമുക്കൊരു സിമ്പിൾ കമാൻഡ് കൊടുക്കേണ്ടത്. എന്തിന്റെ വെബ്സൈറ്റ് ആണ് നിർമ്മിക്കേണ്ടത് എന്നുള്ളത് ഒരു സിമ്പിൾ കമാൻഡ് ഇവിടെ കൊടുക്കുക. സോ ഞാനിവിടെ ഒരു കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. സോ എനിക്ക് നിർമ്മിക്കേണ്ടത് ഒരു ജിംനേഷ്യത്തിന്റെ വെബ്സൈറ്റ് ആണ്. ഓക്കെ, എന്റെ കമാൻഡ് വളരെ സിമ്പിൾ ആണ്. ഓൺ പേജ് വെബ്സൈറ്റ് ഫോർ മൈ ജിംനേഷ്യം. ഒരു ജിംനേഷ്യത്തിന്റെ വെബ്സൈറ്റ് ആണ് നിർമ്മിക്കേണ്ടത്. ഗാലക്സി ഫിറ്റ്നസ് ആണ് ജിംനേഷ്യത്തിന്റെ പേര്, ഇൻ കൊച്ചി. ഓക്കെ, അപ്പൊ സ്ഥാപനത്തിന്റെ പേര് എന്ത് സ്ഥാപനമാണെന്ന് കൊടുത്തിട്ട് എവിടെയാണ് ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ഇതിന്റെ ക്രിയേറ്റ് മൈ ബിസിനസ് വെബ്സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ഇത് തനിയെ വെബ്സൈറ്റ് നിർമ്മിക്കും. ഓക്കെ, എന്റെ 2 കൈകളും ഫ്രീ ആണ്, ഞാനൊന്നും ചെയ്തില്ല, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടന്റുകൾ എഴുതുന്നു, ഇമേജുകൾ ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ആ സൈറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇതാ വന്നു കഴിഞ്ഞു, നമ്മുടെ സൈറ്റ് വന്നു കഴിഞ്ഞു. സൈറ്റിന്റെ പേര് നോക്കിയാൽ ഗാലക്സി ഫിറ്റ്നസ് എന്ന പേരിൽ തന്നെയാണ് ആ സൈറ്റ് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. ട്രാൻസ്ഫോം യുവർ ഫിറ്റ്നസ് ജേർണി വിത്ത് ഗാലക്സി ഫിറ്റ്നസ്. അത് കഴിഞ്ഞ് നോക്കിയാൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഗാലക്സി ഫിറ്റ്നസ് യുവർ പ്രീമിയർ ജിംനേഷ്യം ഇൻ കൊച്ചി എന്നെല്ലാം ഇവിടെ വേർഡിങ്സ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. താഴേക്ക് വരുമ്പോൾ ഇമേജുകൾ, ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകളുടെ വന്നിരിക്കുന്നു. ഈ ഇമേജുകൾ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റൈല് മാറ്റാം, ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇതിനകത്ത് നമുക്കൊരു ലോഗോ ആഡ് ചെയ്യണമെന്നിരിക്കട്ടെ, ഇവിടെ നമുക്കൊരു ലോഗോ ആഡ് ചെയ്യണം. ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലോഗോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ആഡ് ലോഗോ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം ആഡ് ലോഗോ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോഗോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് നമ്മുടെ ഒരു ലോഗോ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോയാണ് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ അപ്ലോഡ് ചെയ്തത്. ഓക്കെ, ആ ലോഗോ ഇവിടെ വന്നു കഴിഞ്ഞു. സോ ഇതേപോലെ നിങ്ങളുടെ ബിസിനസിന്റെ ലോഗോയും ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ ഇമേജുകൾ ചേഞ്ച് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിക്കാം. അതിനു മുമ്പ് നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തൊന്ന് മുന്നോട്ട് പോകാം. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തേക്കൊന്ന് ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടും. ഞാൻ ഓൾറെഡി ഇതിനകത്തൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, നേരത്തെ തന്നെ എനിക്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തേക്കൊന്ന് ലോഗിൻ ചെയ്യുകയാണ്. സോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിരവധി സൈറ്റുകൾ ഫ്രീ ആയിട്ട് നിർമ്മിക്കാം. ഫ്രീയും പെയ്ഡും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് ആദ്യം നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് എടുക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ ഇതിനകത്ത് പെയ്ഡ് വേർഷൻ വേണമോ എന്നൊക്കെ അവർ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് ബാക്ക് അടിച്ച് ഫ്രീ വേർഷനിലേക്ക് തന്നെ പോകാൻ സാധിക്കും. ഓക്കെ, ഇതിപ്പം പെയ്ഡ് വേർഷൻ വേണോന്ന് ചോദിക്കുന്നത്, ഞാൻ തൽക്കാലം ബാക്ക് അടിച്ച് ഫ്രീ വേർഷനിലേക്ക് പോവുകയാണ്. ഇതിൽ ഞാൻ 100-ലധികം വെബ്സൈറ്റുകൾ പലപ്പോഴായിട്ട് ചെയ്തിട്ടുണ്ട്, പല ക്ലാസ്സുകളിലും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്കുകൾ ഇപ്പോൾ ഇവിടെ കാണിക്കാം. ഇതെല്ലാം പല ക്ലാസ്സുകളിലും ചെയ്ത് കാണിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളിലെ ലിങ്കുകളാണ് ഈ ഒരു അക്കൗണ്ടിൽ കിടക്കുന്നത്. ഇതിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്ത സൈറ്റിന്റെ ഔട്ട്പുട്ട് ഒന്ന് എടുക്കാൻ പോവുകയാണ്. ചെയ്ത സൈറ്റിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത് പുറത്തേക്ക് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്തൊരു ഇമേജ് കൂടെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഇമേജിന് പകരം എനിക്ക് എൻ്റെ കയ്യിലുള്ള ഒരു ഇമേജ് വെക്കണമെന്നിരിക്കട്ടെ. വളരെ സിമ്പിൾ ആണ്. അതിന്റെ വലത്തെ കോർണറിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ഇമേജ് എന്ന് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഡെസ്ക്ടോപ്പിൽ നിന്ന് നമ്മുടെ കോഴ്സിന്റെ ഒരു ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യണം. നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഒരു ഇമേജ് തൽക്കാലം ഇതിനകത്തേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. അതവിടെ വരുന്നുണ്ടോ നോക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇമേജുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അത് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. വന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അത് വന്നു കഴിഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൊടുത്ത ആ ഒരു ഇമേജ് അപ്ലോഡ് ആയി കഴിഞ്ഞു. ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഇമേജ് ആണ് അവിടെ വന്നത്. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഇമേജുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിന്
ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാൻ പബ്ലിഷ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ലിങ്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിലേക്ക് ഇത് കയറാൻ പോവുകയാണ്. ഇന്റർനെറ്റിലേക്ക് കയറി ഇപ്പം നമുക്ക് ആ ലൈവ് ലിങ്ക് കിട്ടും. ലൈവ് ഇന്റർനെറ്റിൽ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ലിങ്ക് ഇപ്പം നമുക്ക് ലഭിക്കുന്നതാണ്. സോ അതിന്റെ ഔട്ട്പുട്ട് ഇപ്പം വരുന്നതായിരിക്കും 1 മിനിറ്റ് കൊണ്ട്. സോ ആ സമയം കൊണ്ട് എന്താണ് ഇതിന്റെ പെയ്ഡ് വേർഷനും ഫ്രീ വേർഷനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഫ്രീ വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിർമ്മിക്കുന്ന സൈറ്റിന്റെ ലിങ്ക് ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതായത് mixo.io എന്ന് പറയുന്ന ഒരു വാലൊക്കെ കാണും. അതിന്റെ കൂട്ടത്തിലാണ് ഗാലക്സി ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് കൂടെ വരുന്നത്. സോ ഇതാണ് ഫ്രീ വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന സൈറ്റിന്റെ ലിങ്ക്. അതേസമയം ഇതിനെ നമ്മൾ ഇതേപോലെ ഉള്ള ഒരു കസ്റ്റം ഡൊമൈൻ ആക്കി മാറ്റണമെങ്കിൽ www.galaxyfitness.com എന്നുള്ളതിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഇതിന്റെ പെയ്ഡ് വേർഷനിലേക്ക് മാറ്റുവാണെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഇതാക്കി മാറ്റാൻ സാധിക്കും. പക്ഷെ അവിടെ ഒരു പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത സൈറ്റിന്റെ ലിങ്ക് നമുക്ക് ജനറേറ്റ് ആയി ലഭിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫൈനൽ ഔട്ട്പുട്ട് ലിങ്ക് ആണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഞാനിപ്പോൾ ഇവിടെ 5 മിനിറ്റ് കൊണ്ട് ചെയ്ത സൈറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സൈറ്റിന്റെ ലിങ്കാണ് ഞാനിപ്പോൾ ഇവിടെ കോപ്പി ചെയ്ത് ചാറ്റ് വിൻഡോയിലേക്ക് ഇടുന്നത്. സോ എന്ന് വെച്ചാൽ വെബ്സൈറ്റ് നിർമ്മിക്കാൻ ആരെക്കൊണ്ടും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സിമ്പിൾ കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ഈ ടൂൾ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി തരും. ആ നിർമ്മിച്ചു തരുന്ന വെബ്സൈറ്റിനകത്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യാനോ ഒഴിവാക്കിയിട്ട് വേറെ നമുക്ക് ആഡ് ചെയ്യാനോ ഒക്കെ സാധിക്കും. നമ്മുടെ ലോഗോയും ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ അപ്പോൾ മിക്സോ ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കാൻ ശ്രമിക്കും. വളരെ സിമ്പിൾ ആണ്. സ്വന്തം ബിസിനസ്സിന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്തും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന മറ്റൊരു ടൂൾ കൂടെ കണ്ടാലോ? റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അതിന്റെ പേര് കൂടെ നമുക്കൊന്ന് കാണാം. വെബ്സൈറ്റ് പ്രോഗ്രാമിംഗ് ഒന്നുമില്ലാതെ വെബ്സൈറ്റ് നിർമ്മിക്കുന്ന മറ്റൊരു ടൂള് ഞാനിവിടെ പരിചയപ്പെടുത്താം. റെഡിയാണോ? യെസ്, റെഡിയാണ്. ഓക്കെ, ഈ രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് വേർഡ്പ്രസ് എന്ന് പറയുന്ന ടൂളാണ്. സോ ഇത് ആയിരിക്കും നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പറെ അപ്രോച്ച് ചെയ്യുമ്പോൾ 90% പേര് ഇതായിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള സൈറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കും. പക്ഷെ കുറച്ച് കസ്റ്റമൈസേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും സൈറ്റ് നിർമ്മിക്കാൻ പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമില്ല. ഓക്കെ, ആ ടൂളിന്റെ പേര് wordpress.org എന്നാണ്. ഈ wordpress.org-ക്കകത്തേക്ക് ഞാനൊന്ന് വരികയാണ്. ഈ wordpress.org-യുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള തീം ചൂസ് ചെയ്യാൻ പറ്റും. തീം എന്താണെന്ന് ഞാൻ ഇവിടെ കാണിക്കാം. തീം എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിന്റെ മോഡലുകൾ ആൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിനെ എടുത്ത് കസ്റ്റമൈസ് ചെയ്താൽ മതി, എടുത്ത് ചേഞ്ചസ് വരുത്തിയാൽ മതി. നോക്കി എത്രത്തോളം തീമുകൾ ഉണ്ടെന്ന് നോക്കി. 14,000-ലധികം ഫ്രീ തീമുകളുണ്ട്. തീം എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിന്റെ മോഡലുകൾ. ഈ കാണുന്നതെല്ലാം വെബ്സൈറ്റിന്റെ മോഡലുകൾ, വിവിധ വെബ്സൈറ്റിന്റെ മോഡലുകളാണ് ഈ താഴെ കാണുന്നത്. ഇങ്ങനെയുള്ള 14,000 എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഒന്നും രണ്ടുമല്ല, 14,000-ലധികം വെബ്സൈറ്റിന്റെ മോഡലുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് എന്താണ് ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കാണാൻ സാധിക്കും തീമുകൾ. ഇപ്പോൾ ഒരു സ്കൂളിന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് സ്കൂളെന്ന് സെർച്ച് കൊടുക്കുക. സ്കൂളെന്ന് സെർച്ച് കൊടുക്കുകയാണെങ്കിൽ സ്കൂളിന്റെ തീമുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വന്നിരിക്കുന്നതൊക്കെ സ്കൂളിന്റെ തീമുകളാണ്. ഓക്കെ, ഇനി നമുക്ക് അതൊന്നും അല്ല നമുക്ക് ചെയ്യേണ്ടത്. ഒരു ഇ കോമേഴ്സ് സൈറ്റ് നിർമ്മിക്കണമെങ്കിൽ ഇ കോമേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇ കോമേഴ്സിന്റെ തീമുകൾ നമുക്ക് ലഭിക്കും. ഇതേപോലെ ഇ കോമേഴ്സിന്റെ തീമുകൾ നമുക്ക് ലഭിക്കും. എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണമെങ്കിൽ ഇ കോമേഴ്സ് സൈറ്റ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ചില കസ്റ്റമൈസേഷനും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ടൂളിന്റെ പേര് ഓർത്തിരിക്കുക, wordpress.org എന്നാണ് ടൂളിന്റെ പേര്. നമുക്ക് അവിടെ പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമില്ല. 14,000-ലധികം ഫ്രീ തീമുകളുണ്ട്. ആ തീമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൈറ്റ് നിർമ്മിക്കാം. അതാണ് വേർഡ്പ്രസ് എന്ന് പറയുന്ന ടൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ്, വെബ്സൈറ്റ് ഡിസൈനിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പ് ഹോട്ടലുകളിലൊക്കെ വെച്ച് പ്രോഗ്രാംസ് നടത്തുന്ന സമയത്ത് കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞ കാര്യമാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും വിവിധ ഹോട്ടലുകളിൽ പ്രോഗ്രാം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ. നമ്മുടെ ക്ലാസ്സുകൾ കൂടുതലും 2020 വരെ ഇതേപോലെ ഓഫ്ലൈൻ ആയിരുന്നു. അപ്പം ഞാൻ ആ ക്ലാസ് എടുക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതേപോലെ ഹോട്ടലുകളിൽ ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ പാർട്ടിസിപ്പൻസ് വരും, അവർക്ക് പ്രാക്ടിക്കലായിട്ട് സെഷനുകൾ എടുക്കുന്നതായിരുന്നു 2020 വരെ നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 2020-ന് ശേഷം, കോവിഡിന് ശേഷം എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഓൺലൈനിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇതേപോലെയുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇപ്പം നടത്താറുള്ളത്. കഴിഞ്ഞ നവംബറിൽ നടത്തിയ, ഈ വർഷം നവംബറിലായിരിക്കും അടുത്ത ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരുന്നത്. അല്ലാത്തപ്പോഴെല്ലാം നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണ്. സോ അങ്ങനെ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞതാണ്, അദ്ദേഹം ഒരു
വെബ്സൈറ്റ് ഉണ്ടാക്കാൻ 35,000 രൂപ ഒരു കമ്പനിക്ക് കൊടുത്തു. അവർ വെബ്സൈറ്റ് ഒക്കെ ചെയ്തു തന്നു. പക്ഷെ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ നിന്ന് വെബ്സൈറ്റ് പുതുക്കാനെന്ന് പറഞ്ഞ് 22,900 രൂപ ഈടായിക്കൊണ്ടിരിക്കുകയാണ്. ഡൊമൈൻ ഹോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അദ്ദേഹത്തിന്റെ നിന്ന് എല്ലാ വർഷവും 22,900 രൂപ എടുത്തിരിക്കുന്നത്. ഈ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ചോദിച്ചു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിന് എല്ലാ വർഷവും അത് പുതുക്കാൻ ഒരു 2,000 അല്ലെങ്കിൽ 3,000 രൂപ മാത്രം ചെലവ് വരേണ്ട സാഹചര്യത്തിലാണ് ഇത്രയധികം പൈസ 22,900 രൂപ ഈടായിക്കൊണ്ടിരുന്നത്. എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരും ഉണ്ടായിരിക്കും. നമ്മൾ അതിൽ നിന്ന് കൊടുക്കാതിരിക്കുക, നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മൾ പറ്റിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. എന്റെ അഭിപ്രായത്തിൽ നമുക്കൊരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമറിന് നമ്മൾ അഫോർഡബിൾ റേറ്റിൽ സർവീസുകൾ ചെയ്ത് കൊടുത്തൊരു ലോങ് ടൈം കസ്റ്റമർ ആയിട്ട് കൂടെ നിർത്തുക. അതിലൂടെ നമുക്ക് പിന്നീട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാതെ ഒരു കസ്റ്റമറെ കിട്ടി, ഇനി അവരെ നിന്ന് ആവശ്യമുള്ള പൈസയൊക്കെ ഇനി പിഴിഞ്ഞെടുത്ത് ഇനി അവരങ്ങ് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന നല്ലൊരു ബിസിനസ് മോഡൽ അല്ലെന്നാണ്. സോ നമുക്ക് തുടക്കത്തിൽ പ്രോഫിറ്റ് ഒക്കെ കുറവാണെങ്കിൽ അവരെ കൂടെ നിർത്തുന്നു. ലോങ് ടൈമിൽ അവരിൽ നിന്ന് പിന്നീട് നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന് കരുതി അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. തുടക്കത്തിൽ നമുക്ക് പ്രോഫിറ്റ് കുറവാണെങ്കിലും പിന്നീട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഉദ്ദേശത്തിൽ മുന്നോട്ട് പോകുന്നതിനോട് യോജിക്കുന്നു. യെസ്, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സക്സസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിലൊന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അതായത് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത് 2016 2016 മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, തുടങ്ങുന്ന സമയത്ത് 2 സ്റ്റാഫുകളെ ഉള്ളായിരുന്നു. ഇപ്പൊ നമുക്ക് 44 സ്റ്റാഫുകളുണ്ട്. മാത്രമല്ല നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് കോവിഡിന് ശേഷം മാത്രം നമുക്ക് ഏതാണ്ട് 15,000-ലധികം പെയ്ഡ് പാർട്ടിസിപ്പൻസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ ഞാൻ ഇവിടെ കാണിക്കാം. ഇത് നമ്മുടെ സ്റ്റാഫുകളുടെ എല്ലാം ഗെറ്റ് ടുഗദർ നമ്മൾ കൊച്ചിയിൽ വെച്ചതിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. 44ഓളം സ്റ്റാഫുകൾ നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് ഓൺലൈനിലേക്ക് മാറിയതിന് ശേഷമാണ് നമുക്ക് അധികം സ്റ്റുഡൻസിനെ, ഒരുപാട് സ്റ്റുഡൻസിനെ നമുക്ക് 2020 മുതൽ ലഭിച്ചു. കാരണം കോവിഡിന് ശേഷം നിരവധി ബിസിനസ്സുകൾ പ്രതിസന്ധിയിലായി അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ബിസിനസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം. നമുക്ക് സ്റ്റുഡൻസിന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സുകൾ കൂടാതെ റെക്കോർഡിങ്സ് കൊടുക്കുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉൾഭാഗത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് 15,125 സ്റ്റുഡൻസ്. സോ അവരൊക്കെ ഇങ്ങനെ ലോഗിൻ ചെയ്ത് പഠിക്കുന്നതിന്റെ ചില കണക്കുകളൊക്കെയാണ് ഞാൻ ഇവിടെ കാണുന്നത്. സോ ഇത്രയധികം സ്റ്റുഡൻസ് ഉള്ള ഒരു സ്ഥാപനമായിട്ട് എങ്ങനെ ഇത് വളർത്തിയെടുത്തു, അല്ലെങ്കിൽ ഇത്രയധികം സ്റ്റാഫുകളുള്ള സ്ഥാപനമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ വളർത്തിയെടുത്തത്? അതിനുപയോഗിച്ച 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. എന്തൊക്കെയാണ് ആക്ച്വലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ്? ഇത് ഏത് ബിസിനസ്സിലും ആപ്ലിക്കബിൾ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഇത് ഏത് ബിസിനസ്സിലും ആപ്ലിക്കബിൾ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ ഇത് പ്രയോജനപ്പെടും. സോ ആ 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ ആണ്. ഏത് ബിസിനസ് വിൻ ചെയ്യണമെങ്കിൽ നമ്മൾ വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. അതായത് ഒരു ബിസിനസ്സിന് മിനിമം 3 എൻറ്റിറ്റീസ് കാണും. കസ്റ്റമേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ കൊണ്ട് പ്രയോജനപ്പെടണം. അവർക്ക് നല്ല സർവീസും സപ്പോർട്ടും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കണം. സോ എങ്കിൽ അവർ വിൻ ചെയ്യും. എങ്കിൽ മാത്രമേ അവർ നമ്മുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോകും. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസ് വിൻ ചെയ്യണം. അവർക്ക് കൃത്യസമയത്ത് സാലറി, ഇൻസെന്റീവ്, ആവശ്യമുള്ള ഫ്രീഡം ഒക്കെ കൊടുത്ത് അവരെ കൂടെ നിർത്തുക. അവരും വിൻ ചെയ്യണം. കൂടാതെ സപ്ലൈസ്, നമുക്ക് പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന മറ്റു പലരും ഉണ്ടായിരിക്കും. അവർക്ക് കൃത്യസമയത്ത് പേയ്മെന്റ് കൊടുത്ത് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് നമ്മളെ കൂടെ നിർത്തുവാണെങ്കിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വിൻ ചെയ്യും. അതുപോലെ നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും, നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരും വിജയിച്ചാൽ നമ്മളും വിജയിക്കും. ഇനി അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ്. ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. വൺ ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ അല്ല, ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കസ്റ്റമർ ആയിട്ട് ഇരുന്നാൽ എത്ര രൂപ കിട്ടാൻ നമുക്ക് സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി അതിനനുസരിച്ച് മാത്രം ചാർജ് ചെയ്യുകയും അതിനനുസരിച്ച് അവരുമായിട്ട് ഡീൽ ചെയ്യുകയും ചെയ്യുക. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം അനുദിനം പുതിയ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. സോ അത് നമ്മൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന എത്ര കോമ്പറ്റീറ്റേഴ്സ് വന്നാലും നമുക്ക് പേടിക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ അത് പ്രകാരമാണ് ഇത്രയധികം സ്റ്റുഡൻസിനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 44ഓളം സ്റ്റാഫുകളെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളതും. ഓക്കെ, ഇനി നമുക്ക് മറ്റു ടോപ്പിക്കുകളിലേക്ക് കടക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്താണെന്ന് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പ് ഇപ്പം നമ്മൾ കണ്ട 3-4 ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, അതിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ്. ഇപ്പം നമ്മൾ കണ്ട ഒരു 3-4
ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം. കാരണം ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ സ്വന്തം ബിസിനസ് വളർത്താനാണോ അതോ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനാണോ ഉദ്ദേശിക്കുന്നത്. സ്വന്തം ബിസിനസ് വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുക. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഡിസൈൻ ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂളുകൾ യൂസ് ചെയ്യുകയും അതിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കി ബിസിനസ്സിനെ മുന്നേറാൻ സാധിക്കും. നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ മിഷൻ 36 ലാക്സിലേക്ക് കടക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. എന്താണ് മിഷൻ 36 ലാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വർഷത്തിൽ എത്ര എമൗണ്ട് നമുക്ക് നേടണം അല്ലെങ്കിൽ എത്ര രൂപ സമ്പാദിക്കണം എന്നുള്ള ലക്ഷ്യം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. ഈ മിഷൻ 36 ലാക്സ് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ഗോളാണ്. ഒരു വർഷത്തിൽ 36 ലക്ഷം രൂപ നമുക്ക് ഈ ഒരു സർവീസിലൂടെ നേടിയെടുക്കാം. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, മന്ത്ലി ഗോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ മാസവും എത്ര ലക്ഷം രൂപ വീതം നേടിയാൽ നമുക്ക് ഒരു വർഷത്തിൽ 36 ലക്ഷം രൂപ നേടാൻ സാധിക്കും. ഓരോ മാസവും 3 ലക്ഷം രൂപ വീതം നേടിയാൽ ഒരു വർഷത്തിൽ 36 ലക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക. സോ നമ്മളിപ്പോൾ ഇവിടെ കണ്ട 2 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്താണ്? ഡിസൈൻ ചെയ്യുന്നതും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും. ഡിസൈൻ ചെയ്യുന്ന 2 ടൂളുകൾ നമ്മൾ പരിചയപ്പെട്ടു. ബിങ് ഇമേജ് ക്രിയേറ്റർ കണ്ടു, അതേപോലെ തന്നെ ക്യാൻവ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്നത്. ആ 2 ടൂളുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പരസ്യം ചെയ്യുന്ന ആ ബൂസ്റ്റ് പോസ്റ്റ് പോലെയുള്ള സംഗതികളും പ്രാക്ടീസ് ചെയ്യുക. ഈ 2 സ്കില്ല് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് സർവീസ് ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് വരുമാനത്തിലേക്ക് കടക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കാം, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ഒരാൾ പൈസ തന്നെങ്കിലല്ലേ നമുക്ക് അവർക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ. എങ്ങനെ ഒരു ക്ലയന്റിനെ കണ്ടെത്തണം? അതിനെന്താണ് വഴി? അതിന് നമ്മളൊരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്യുകയും ആ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ ഈ സർവീസുകൾ കൊടുക്കുന്നു എന്നുള്ള പോസ്റ്റുകൾ ഇട്ടിട്ട് അത് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്യാൻവയിലേക്ക് വന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ റെഡിമെയ്ഡ് പോസ്റ്റർ കിട്ടും. ഓക്കെ, ഞാനിവിടെ ക്യാൻവ ഓപ്പൺ ചെയ്യുകയാണ്. ക്യാൻവ ഓപ്പൺ ചെയ്തു, ക്യാൻവയിലേക്ക് വരികയാണ്. അവിടെ ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്നാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ അതിന്റെ സർവീസസ് കൊടുക്കുന്ന ആളാണ് എന്നുള്ള പോസ്റ്റർ സെർച്ച് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ റെഡിമെയ്ഡ് പോസ്റ്റർ കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനും നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഡിസൈൻ ചെയ്ത പോസ്റ്ററുകൾ നമുക്ക് ക്യാൻവയിൽ നിന്ന് ഏത് ബിസിനസിന്റെ എടുക്കാം. നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ എടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയ നിരവധി പ്രൊഫഷണലി ഡിസൈൻഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിന്റെ പോസ്റ്ററുകളാണ് ഈ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മളത് എഡിറ്റ് ചെയ്യുക, നമ്മുടെ ഫോൺ നമ്പറൊക്കെ വെച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ചെറിയ പേയ്മെന്റ് അടച്ച് പ്രൊമോട്ട് ചെയ്യുന്ന മെതനാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻക്വയറീസ് കിട്ടും. സോ ഓരോ മാസവും നമുക്ക് കിട്ടുന്ന നിരവധി എൻക്വയറീസ് 2 കസ്റ്റമേഴ്സിനെ കിട്ടുന്നുള്ളതിരിക്കട്ടെ, നമുക്ക് പെയ്ഡ് കസ്റ്റമേഴ്സിനെ. സോ ഒരു 5 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമുക്ക് 10 ക്ലയൻസിനെ കിട്ടും. അതായത് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടല്ല, ഒരു 6 മാസം കൊണ്ട് ഉറപ്പായിട്ടും 10 ക്ലയൻസിനെ നമുക്ക് ലഭിക്കും. മന്ത്ലി 30,000 പ്രോഫിറ്റ് ലഭിക്കുന്ന 10 ക്ലയൻസിനെ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് മന്ത്ലി 3 ലാക്സ് എന്ന് പറയുന്ന എമൗണ്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. തുടർന്ന് അതിനുശേഷമുള്ള ഓരോ മാസവും ആ കസ്റ്റമേഴ്സിനെ നിലനിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതിന് തീർച്ചയായിട്ടും അതിന്റെ എഫർട്ടുകളുണ്ട്. ഡിസൈൻ ചെയ്യുന്നതും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. മുന്നോട്ട് പോകുമ്പോൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ടൂളുകളും അപ്ലൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, മിക്സോ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം, വേർഡ് പ്രസ് ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതും സർവീസ് ആയിട്ട് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനും വരുമാനം ലഭിക്കുന്നതാണ്. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ, ചില റോഡ് മാപ്പുകൾ, എത്ര രൂപ ചാർജ് ചെയ്യണം, ഒരു കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയാണ് ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ. അതായത് ഇതൊരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതായത് ഓൺലൈനിലൂടെ പല കാര്യങ്ങളും പഠിക്കുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായിട്ടുള്ള ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. സോ അതാണ് ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോകളിലൂടെ പഠിക്കുക, ഓൺലൈനിലൂടെ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. കൂടാതെ നമ്മുടെ ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ വിൻ വിൻ വിൻ, ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ, ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് സ്റ്റോറീസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്താണ് സക്സസ് സ്റ്റോറീസ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോഴ്സിന് ശേഷം, നമ്മളിവിടെ ഓഫർ ചെയ്ത കോഴ്സിന് ശേഷം സ്വന്തമായിട്ട് ഏജൻസി നടത്തുന്ന ഒരാളാണ് ബിനോജ് ഷാക്കർ. അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ് മേര എബിടി എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഏജൻസി.
ഓരോ മാസവും 5 ലക്ഷത്തിൽ കൂടുതലാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതേപോലെ നിരവധി പേരുണ്ട്. മിസ്റ്റർ വിവേക്, അദ്ദേഹത്തിന്റെ സ്ഥലം തൃശ്ശൂരാണ്. വിജി മാക്സ് തൃശ്ശൂർ എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര്. മന്ത്ലി 3 lakhsന് മുകളിൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്ന ആളാണ് വിവേക്. സോ അതേപോലെ തന്നെ മമത ഫ്രം തൃശ്ശൂർ. ശശികുമാർ സാർ, അദ്ദേഹം സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഫ്രീലാൻസ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ ഇതേപോലുള്ള സർവീസിന്റെ റേറ്റ് വളരെ കൂടുതലാണ്. സോ അപ്പോൾ നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വർക്കുകൾ ലഭിക്കുകയും നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ പോലും നമുക്ക് വീക്കെൻഡുകളിലോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ രാത്രിയോ ഒക്കെ നമുക്ക് ഈ സർവീസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പാർട്ട് ടൈം ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടോ ഒക്കെ ഈ സർവീസ് ചെയ്തു കൊടുക്കാം. പ്രമീഷ് ഫ്രം വൈക്കം കോട്ടയം, അതേപോലെ തന്നെ അർജുൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം സർവീസസ് ചെയ്തു കൊടുക്കുന്നു. ഐഷ ഒരു വീട്ടമ്മയാണ്, പൊൻകുന്നത്താണ് സ്ഥലം. ഒരു വരുമാനം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കോഴ്സിലേക്ക് വന്നത്. അതിനുശേഷം സ്വന്തമായിട്ട് പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ചെയ്തു കൊടുക്കും. നമുക്ക് ഇതിന്റെ വേണ്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കില്ലുകൾ പഠിക്കുക, പിന്നെ നമ്മുടെ സമയം, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു നെറ്റ് കണക്ഷൻ വേണം. സോ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വീട്ടിലിരുന്നുകൊണ്ട് ഈ സർവീസസ് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ശശികുമാർ സാർ, അദ്ദേഹം ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർവീസസ് യൂസ് ചെയ്യുന്നത്. ഷൊർണൂരാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. സോ അദ്ദേഹം ഇതിനു മുമ്പ് ഒരു ഏജൻസിക്ക് 2 ലക്ഷത്തോളം രൂപ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഈ അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ലീഡ് ജനറേഷൻ സർവീസസ് എല്ലാം കൂടെ ചേർത്ത്. സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് കോസ്റ്റ് 80,000 രൂപ താഴെ വന്നു. എന്ന് പറഞ്ഞാൽ ഓരോ മാസം 1,20,000 രൂപ അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ പറ്റുന്ന സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം പല ഏജൻസികളും വലിയ പൈസയാണ് ഈടാക്കുന്നത് ഈ സർവീസുകൾ ചെയ്യാൻ വേണ്ടി. ശ്രീജ മേഡം കൊല്ലത്താണ്, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഹെഡാണ്. നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾസും ടെക്നിക്സും എല്ലാം യൂസ് ചെയ്യുന്നത്. ഇത് ജയദേവൻ, അദ്ദേഹത്തിന്റെ സ്ഥലം കോയമ്പത്തൂരാണ്. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. മലയാളം മനസ്സിലാവുമെന്നുള്ള ഇതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിലേക്ക് വന്നത്. അദ്ദേഹത്തിന് ഇപ്പൊ സ്വന്തമായിട്ട് ഏജൻസിയും ഉണ്ട്, അതേപോലെ തന്നെ ഹോം അപ്ലയൻസസിന്റെ സെയിൽസ് ആൻഡ് സർവീസസ് സെന്ററും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിരവധി പേര് ഒന്നുകിൽ സ്വന്തം ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് സർവീസ് ആയിട്ട് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കുക, സ്വന്തം ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ടൂളുകളും ടെക്നിക്സും ഈ സ്കില്ലും യൂസ് ചെയ്യുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ആക്ച്വലി നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് എന്നുള്ളത് ഞാൻ അവതരിപ്പിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മറ്റ് ടോപ്പിക്കുകളിലേക്ക് ഇമ്മീഡിയറ്റ്ലി കടക്കുന്നതായിരിക്കും. മറ്റ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യുന്നത്, അതേപോലെ തന്നെ മറ്റ് AI ടൂളുകൾ, അത് കൂടാതെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, ഗൂഗിൾ സെർച്ചിൽ അഡ്വർടൈസ്മെന്റ് വരുന്നത്, ഇതെല്ലാം നമ്മൾ അല്പസമയത്തിനുള്ളിൽ കാണുന്നതായിരിക്കും. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AI പവേർഡ് ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സാണ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത്. സോ കംപ്ലീറ്റ്ലി ഓൺലൈനിലാണ്, നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് ലൈവ് ക്ലാസ്സുകളുണ്ട്, ആ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് ഉണ്ട്, അത് കൂടാതെ സപ്പോർട്ട് ഉണ്ട്, സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫുകളുണ്ട്. സോ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 year ആണെങ്കിൽ 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. പിന്നെ എന്തിനാണ് ഈ 1 year ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത്? 1 year ഡ്യൂറേഷൻ വെച്ചിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്സ് നിങ്ങൾക്ക് 1 വർഷത്തേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1 വർഷത്തേക്ക് സപ്പോർട്ട് ലഭിക്കും. നമുക്ക് സപ്പോർട്ടിന് ഇവിടെ സപ്പോർട്ട് സ്റ്റാഫുകളുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ വരുവാണെങ്കിൽ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കും, വാട്സാപ്പിൽ ബന്ധപ്പെടാം. അതുകൂടാതെ ലൈവ് ക്ലാസ്സുകളിൽ വന്നിട്ടും സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ കോഴ്സിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ മിഷൻ 36 lakhsലേക്ക് എത്താനുള്ള എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന് യൂസ് ചെയ്യേണ്ട ടൂളുകൾ, ടെക്നിക്കുകൾ എല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാൻ സാധിക്കുന്നതാണ്. സോ അതുപോലെ തന്നെ മറ്റ് വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യാം. അതുകൂടാതെ ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യാം. കൂടാതെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന പോസ്റ്ററുകളൊക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരത്തില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത് എങ്ങനെ, ഇതിന്റെ ബേസിക്സ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്, എങ്ങനെയാണ് ആമസോൺ സെല്ലിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. കൂടാതെ പേയ്മെന്റ് ലിങ്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പേയ്മെന്റ് ലിങ്കുകൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നത് എങ്ങനെ, അതുകൂടാതെ യൂട്യൂബ് മാർക്കറ്റിംഗ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നത്, അതിനകത്ത് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്, വീഡിയോ എഡിറ്റിംഗ് കവർ ചെയ്യുന്നുണ്ട്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അതുപോലെ ഗ്രോത്ത് ഹാക്കിംഗ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡ്, അതുപോലെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന മെത്തേഡ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, ഇതിന്റെ ബേസിക്സ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത് ഇന്ന് കാണുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ മാർക്കറ്റിംഗ് എല്ലാം കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ വാട്സ്ആപ്പ് ഓട്ടോമേഷൻ, AI ഏജൻസി, ബിസിനസ് ഓട്ടോമേഷൻ ടൂൾസ് എല്ലാം വരുന്നുണ്ട്. സോ ഏകദേശം 22ഓളം മോഡ്യൂൾസ് അടങ്ങുന്ന ഈ ഒരു കോഴ്സിനകത്ത് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചയും 7:30 മുതൽ 9:30 വരെയാണ്. സൂമിലൂടെ ലൈവ് ക്ലാസ്സുകളുണ്ട്.
സോ അത് 12 ലൈവ് ക്ലാസ്സുകളാണ് സൂമിൽ വരുന്നത്. അത് കൂടാതെ ഫ്രൈഡേയിൽ സെപ്പറേറ്റ് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. അത് കൂടാതെ എല്ലാ മാസങ്ങളിലും നടക്കുന്ന മെഗാ മീറ്റപ്പുകളിലും പങ്കെടുക്കാൻ സാധിക്കും. മെഗാ മീറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ബന്ധങ്ങൾ പരസ്പരം സ്ഥാപിക്കുക. നമ്മുടെ എല്ലാ പെയ്ഡ് കോഴ്സിലുള്ളവരോട് ഒന്നിക്കുന്നതാണ് ഈ മെഗാ മീറ്റപ്പ്. സോ ഇതിൽ ജോലിക്ക് ആളിനെ എടുക്കാം, ജോലി കണ്ടെത്താൻ സാധിക്കും, ബിസിനസ് ഐഡിയകൾ നിങ്ങൾക്ക് ലഭിക്കും, അതേപോലെ മാർക്കറ്റിംഗ് ഐഡിയകൾ ലഭിക്കും, നിരവധി പേരെ പരിചയപ്പെടാൻ സാധിക്കും, ബിസിനസ്സുകാരെയും പ്രൊഫഷണൽസിനെയൊക്കെ പരിചയപ്പെടാൻ സാധിക്കും. സോ അതാണ് ഈ മെഗാ മീറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം 36 ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. ഇനി ഇതിന്റെ എല്ലാം റെക്കോർഡിങ്സും ക്ലാസ്സിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ലഭിക്കും എന്നുള്ളതാണ്. സോ ഞാനത് ഇവിടെ കാണിക്കാം. എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. സോ അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ക്ലാസ് മിസ്സാവുകയോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രോബ്ലം വരികയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. 2 ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ക്ലാസ്സുകൾക്കും നിങ്ങൾക്ക് റെക്കോർഡിങ്സ് എപ്പോൾ വേണമെങ്കിലും ആ ക്ലാസ്സിന് ശേഷം ആക്സസ് ചെയ്യാനും പഠിക്കാനും സാധിക്കും. മാത്രമല്ല അതേ ക്ലാസ് തന്നെ വീണ്ടും അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അതേ ക്ലാസ് വീണ്ടും വരുമ്പോൾ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്ത് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ അപ്പം ക്ലാസ് മിസ്സാവുന്നതിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്സും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരു ക്ലാസ് മിസ്സായാൽ അതേ ക്ലാസ് തന്നെ വീണ്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നിങ്ങൾ ഇതിനകത്തേക്ക് വരുവാണെങ്കിൽ കാണാൻ സാധിക്കും ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങുന്നു. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന നിരവധി വീഡിയോകൾ, ഞാൻ വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോകളാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗിന്റെ 15ഓളം വീഡിയോകൾ, യൂട്യൂബ് മാർക്കറ്റിംഗ്, ഗൂഗിൾ മൈ ബിസിനസ്, ഗൂഗിൾ ആഡ്സ്, Camtasia Studio വീഡിയോ എഡിറ്റിംഗ്, വെബ്സൈറ്റ് ക്രിയേഷൻ, മേക്ക് മണി ഓൺലൈൻ, പേയ്മെന്റ് ഗേറ്റ്വേ, വാട്സ്ആപ്പ് മാർക്കറ്റിംഗ്, SMS മാർക്കറ്റിംഗ്, ഇങ്ങനെ പോകുന്നു. ഇത് കൂടാതെ 2020 ജൂൺ മാസം മുതൽ നടത്തിയിട്ടുള്ള എല്ലാ ലൈവ് ക്ലാസിന്റെ റെക്കോർഡിംഗ്സ് ലഭിക്കുന്നു. ഓക്കെ, ബാച്ച് 1 ലൈവ് ക്ലാസ് റെക്കോർഡിംഗ് 2020 ജൂൺ മാസം മുതലാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചത്. അന്ന് മുതൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ബാച്ചിന്റെ വരെ റെക്കോർഡിംഗ്സ് ലഭിക്കുന്നു. 2026 ഫെബ്രുവരി 10 എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പഠിക്കണമെങ്കിലും ഓപ്ഷൻ ഉണ്ട്. തൊട്ട് മുമ്പുള്ള ബാച്ചിന്റെ റെക്കോർഡിങ്സ് എടുത്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ ടോപ്പിക്കുകളും നേരത്തെ പഠിക്കാൻ സാധിക്കും. ഇനി ലൈവിൽ വരുവാണെങ്കിൽ ലൈവിൽ ഇന്ററാക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ സാധിക്കുന്നതാണ്. സോ അപ്പോൾ എല്ലാ ക്ലാസ്സിന്റെയും റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ ഫീസ് എത്രയാണ്, ഇതിനകത്ത് തരുന്ന മറ്റ് ബോണസുകളും ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. ഇതിലേക്ക് തരുന്ന ബോണസുകൾ എന്ന് പറഞ്ഞാൽ Camtasia സ്റ്റുഡിയോ എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 17,000 രൂപ പേ ചെയ്തെങ്കിൽ മാത്രമായിരിക്കും ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും, കോഴ്സിനോടൊപ്പം തന്നെ ലഭിക്കും. അത് കൂടാതെ ക്യാൻവ എന്ന് പറയുന്ന ടൂളിന്റെ പെയ്ഡ് ടെംപ്ലേറ്റ്സിന്റെ കളക്ഷൻ ലഭിക്കും. ക്യാൻവ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസൈൻ ചെയ്യുന്ന ടൂളാണ്. 2 വർഷത്തെ കണ്ടന്റ് കലണ്ടർ ലഭിക്കും. സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും എന്ത് പോസ്റ്റ് ചെയ്യണമെന്നുള്ള കണ്ടന്റ് ഐഡിയകളാണ് ഈ ഒരു കലണ്ടറിനകത്ത്. അത് കൂടാതെ 1 വർഷത്തേക്കുള്ള സപ്പോർട്ട് ലഭിക്കും. ലൈവ് ക്ലാസ്സുകൾ, മെഗാ മീറ്റപ്പ്, സർട്ടിഫിക്കറ്റ് 3 മാസം കഴിയുന്നത് ലഭിക്കും. വളരെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത്. സോ ഇതെല്ലാം അടങ്ങുന്ന ഈ കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 31,500 ആണ് കോഴ്സിന്റെ വാല്യൂ. റെക്കോർഡ് വീഡിയോസ്, സോഫ്റ്റ്വെയറുകൾ, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡിങ്സ്, സപ്പോർട്ട് എല്ലാം അടങ്ങുന്നതിന്റെ വാല്യൂ ആണ് 31,500. എങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 രൂപ മാത്രമാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ലഭിക്കും. അത് 6,500 എന്ന ഓഫർ ഫീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇത് ഫസ്റ്റ് 10 ബുക്കിംഗ്സിനാണ് ആക്ച്വലി ഈ 6,500 എന്ന ഓഫർ ഫീസിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു ഓഫറിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ ഇമ്മീഡിയറ്റ്ലി ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലുള്ള എക്സിക്യൂട്ടീവിനെ ഇമ്മീഡിയറ്റ്ലി ബന്ധപ്പെടുക. അവർക്ക് ഇൻട്രസ്റ്റഡ് എന്നൊരു മെസ്സേജ് അയക്കുവാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അവർ അയച്ചു തരും. സോ അവർ ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ അവർക്ക് ആ ഒരു പേയ്മെന്റ് അടച്ച് പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ആക്സസ് ഇന്ന് തന്നെ ലഭിക്കുകയും ലോഗിൻ ചെയ്ത പഠനം ഇന്ന് തന്നെ ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് വീഡിയോയിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമർ കൂടെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. ഞാനിതിവിടെ കാണിക്കാം. നമ്മുടെ വെബ്സൈറ്റിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് 14,500 രൂപയാണ് നമ്മുടെ കോഴ്സിന്റെ ആക്ച്വൽ ഫീസ് എന്ന് പറയുന്നത്. സോ 6,500 എന്ന് പറയുന്നത് വെബിനാർ സ്പെഷ്യൽ ഓഫറാണ്. സോ ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയുള്ള ഒരു 20 മിനിറ്റ്സിന്റെ ടൈമർ കൂടെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ മാഗ്നറ്റ് ഓൺലൈൻ.com എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ കമ്പനി വെബ്സൈറ്റ്, ഡിജിറ്റൽ മാഗ്നറ്റ് ഓൺലൈൻ.com. ഇതിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 14,500 ആണ്. അതിൽ നിങ്ങൾക്ക് 6,500 കാണാൻ സാധിക്കത്തില്ല. 14,500 അടയ്ക്കാനുള്ള പേയ്മെന്റ് ലിങ്ക് മാത്രമേ വെബ്സൈറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉള്ളവർ ചാറ്റ് വീഡിയോയിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ലൈവായിട്ട് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ,
ഓക്കെ ഓക്കെ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിരിക്കുന്നു. എനിക്ക് ബേസിക് നോളജ് ആണ് ഇത് പഠിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ഓക്കെ ബേസിക് നോളജ് അതിൽ പഠിക്കാൻ സാധിക്കും. ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിനകത്ത് ഒരു പ്രോഗ്രാമിങ്ങും വരുന്നില്ല. നമ്മുടെ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിസിപ്പന്റിനോട് ചോദിച്ചതാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഈ കോഴ്സിൽ അദ്ദേഹം ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകളൊക്കെ സെൽ ചെയ്യുന്നുണ്ട്. എനിക്കിത് പറഞ്ഞു തരാമോ എന്ന് കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ നിനക്കൊന്നും മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടെന്ന്. കാരണം നമ്മൾ ആരോടും പറയാൻ പാടില്ല. എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും എല്ലാവർക്കും ഉണ്ട്. ചിലർക്ക് അല്പസമയം കൂടുതൽ എടുക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ 4 സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംശയം വരുവാണെങ്കിലും ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 4 സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ അപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാൻ സാധിക്കും. ലൈവ് ക്ലാസ്സുകളിൽ വന്നു കഴിഞ്ഞാലും ചോദിക്കാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെ ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കും. സോ ബേസിക് മൊബൈൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്ന ആർക്കും ഇത് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ആമസോണിൽ സെല് ചെയ്യാൻ GST വേണം ചോദിക്കുന്നത്. GST വേണം. ഞാൻ അതിലേക്ക് കടക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ. ജോയിൻ ചെയ്യാൻ 6500 അടച്ചു കഴിഞ്ഞാൽ പിന്നീട് 31,000 രൂപ അടയ്ക്കണമോ? ഇല്ല, 31,000 രൂപ. ഞാനിവിടെ പറഞ്ഞ കണക്കൊന്നുകൂടെ പറയാം. ഈ കോഴ്സിന്റെ വാല്യൂ ആണ് ഞാൻ ഈ 31,500 പറഞ്ഞത്. എന്താണ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന് എത്രത്തോളം മൂല്യമുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ, അതേപോലെ തന്നെ റെക്കോർഡ് വീഡിയോസ്, 1 വർഷത്തെ 2 വർഷത്തെ അല്ല, 4-5 വർഷത്തെ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ട്, ഇതിന്റെ എല്ലാം കൂടെ വാല്യൂ ആണ് 31,500 എന്ന് പറയുന്നത്. സോ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് എന്ന് പറയുന്നത് 40,500 ആണ്. 6,500 ഇമ്മീഡിയറ്റ്ലി അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഫീസ് ഒന്നും വരത്തില്ല. പക്ഷേ 6,500 ഇമ്മീഡിയറ്റ്ലി അടച്ചില്ല, നിങ്ങൾ 10 ബുക്കിംഗ്സ് കഴിഞ്ഞു പോയെങ്കിൽ 40,500 ആയിരിക്കും ഫീസ് വരുന്നത്. ഓക്കെ സോ ആക്ച്വൽ ഫീസ് എന്ന് പറയുന്നത് 40,500 ആണ്. ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് 6,500 എന്ന് പറയുന്ന ഓഫർ ഫീസിൽ ജോയിൻ ചെയ്യാം. ഓക്കെ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് പേഴ്സണലി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഇൻഫോം ചെയ്യുക. അവരാണ് ആ ഒരു പേയ്മെന്റ് കളക്ട് ചെയ്യുകയും ഇൻഫർമേഷൻ തരികയും ചെയ്യുന്നത്. പലരും പേയ്മെന്റ് അടയ്ക്കുന്ന മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് ഗൂഗിൾ പേയിൽ. ഗൂഗിൾ പേയിൽ വന്നിട്ടുള്ള പേയ്മെന്റ് അടച്ചവരുടെ പേര് ഞാനൊന്ന് വിളിക്കാം. അവർ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് കൂടെ അയച്ചു കൊടുക്കുക. പേയ്മെന്റ് അടച്ചതിന്റെ സ്ക്രീൻഷോട്ട് കൂടി നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ ജേക്കബ് സാറിന്റെ പേയ്മെന്റ് വന്നിട്ട് താങ്ക് യു ഫോർ ദ പേയ്മെന്റ്. ജേക്കബ് സാർ, രാഘവൻ, KP, മുസ്തഫ, ഷൈൻ, അനീഷ്, താങ്ക് യു ഫോർ ദ പേയ്മെന്റ്. പേയ്മെന്റ് അടച്ചവർ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ ഇമ്മീഡിയറ്റ്ലി അയച്ചു കൊടുക്കാം. ഓക്കെ വേർഡ്പ്രസ് മൊബൈലിൽ കൂടി സൗകര്യാർത്ഥം ഉപയോഗിക്കാൻ പറ്റും. അതായത് ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റും. ആക്ച്വലി വേർഡ്പ്രസ് മൊബൈലിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലാണ്. മൊബൈലിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് വേർഷൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. ഏത് സംഭവം നമുക്ക് ഡെസ്ക്ടോപ്പ് വേർഷൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മൊബൈൽ വ്യൂ ആയിരിക്കത്തില്ല, ഡെസ്ക്ടോപ്പ് വ്യൂ ആക്കി മാറ്റി ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. ലാപ്ടോപ്പ് ഇല്ലെങ്കിലും പഠിക്കാൻ സാധിക്കും. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രം വേണമെങ്കിൽ പഠിക്കാൻ സാധിക്കും. ഒരു കാര്യം മാത്രമേ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളത്, വീഡിയോ എഡിറ്റിംഗ് കമ്പ്യൂട്ടറിലുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. അതൊഴിച്ച് ബാക്കിയുള്ള 99% കാര്യങ്ങളും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില ഗ്രൂപ്പുകളിൽ ഓഫർ പെട്ടെന്ന് ക്ലോസ് ചെയ്യും. ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് 40,000 വേണ്ട 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ സാധിക്കും. 7,500 പ്ലസ് 7,000. ഓഫർ കഴിയാത്ത ഗ്രൂപ്പിലാണെങ്കിൽ 6,500 ഇമ്മീഡിയറ്റ്ലി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പേയ്മെന്റ് ഒന്നും വരുന്നതായിരിക്കത്തില്ല. ഓക്കെ ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ 40,500 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് അല്പസമയത്തിനുള്ളിൽ കടക്കുന്നതായിരിക്കും. ഓക്കെ പലരും പേയ്മെന്റ് അടയ്ക്കുന്ന മെസ്സേജ് വരുന്നുണ്ട്. പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ ഇമ്മീഡിയറ്റ്ലി അയച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ലോഗിൻ ആക്സസ് ഇന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രി തന്നെ ലഭിക്കുന്നതായിരിക്കും. 6,500 അയക്കുന്നതിന്റെ മെസ്സേജ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എത്ര ദിവസത്തെ കോഴ്സ് ആണ്, എത്ര ഡേയ്സ് കോഴ്സ് ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ കോഴ്സിന്റെ ദിവസങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് 3 മാസം കൊണ്ടാണ് ആക്ച്വലി ലൈവ് ക്ലാസ്സുകളെല്ലാം കവർ ചെയ്യുന്നത്. ഓക്കെ
ഫസ്റ്റ് 3 മാസം കൊണ്ട്. അപ്പോൾ അവിടെ ആഴ്ചയിൽ 2 ക്ലാസ് വീതമാണ് വരുന്ന ദിവസങ്ങൾ ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ ആണ് വരുന്നത്. ഓക്കെ, ട്യൂസ്ഡേയും ഫ്രൈഡേയും വൈകുന്നേരങ്ങളാണ്, അതായത് രാത്രി 7:30 മുതൽ 9:30 വരെയാണ്. കാരണം ബിസിനസ്സുകാരെയും മറ്റ് പ്രൊഫഷണൽസിനെയും എല്ലാവരെയും കൂടെ കണക്കാക്കിയാണ് വൈകുന്നേരം വെച്ചിരിക്കുന്നത്. 7:30 മുതൽ 9:30 വരെയാണ് വരുന്നത്. ഈ ക്ലാസ്സുകൾ നടക്കുന്നത് സൂമിലൂടെയാണ്. ഇതേപോലെ ലൈവായിട്ട് സൂമിലൂടെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ആ ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. ഓക്കെ, സോ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാനും പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ക്ലാസ് മിസ്സാവുന്നുള്ള പേടി വേണ്ട, എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാനും പഠിക്കാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അതേ ക്ലാസ് തന്നെ വീണ്ടും അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫ്സിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ ക്ലാസ് വീണ്ടും വരുമ്പോൾ അവർ ഇപ്പോൾ ചെയ്യും. ഓക്കെ, ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുമോ എന്നുള്ളതാണ്. ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഞാൻ പറഞ്ഞ വേർഡ് പ്രസ് യൂസ് ചെയ്യണം. വേർഡ് പ്രസിനകത്ത് അതിനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ കണ്ടന്റുകൾ എഴുതാൻ സാധിക്കും, ഇമേജുകളൊക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിന് മിക്സോയെക്കാളും വേർഡ് പ്രസ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇ കൊമേഴ്സ് സൈറ്റുകൾ നിർമ്മിക്കാൻ. ഓക്കെ 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 ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞു, 36 ലക്ഷത്തിന്റെ കണക്കൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ലക്ഷത്തിന്റെ കണക്കുകളൊക്കെ പറഞ്ഞു. ഞാൻ എത്രത്തോളം രൂപ ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. കാരണം ഇത് ഞാൻ കണക്കുകൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഞാൻ ഇത് ഈ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി ബോധ്യപ്പെടുത്തണമല്ലോ. റെഡിയാണോ? എങ്കിൽ ചാറ്റ് വിൻഡോയിൽ എസ് എന്ന് കമന്റ് ചെയ്യാം അല്ലേ? യെസ്, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഓക്കെ, ആക്ച്വലി എൻ്റെ വരുമാന സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ നിരവധി വരുമാന മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വരുമാന മാർഗങ്ങൾ ഞാനിവിടെ കാണിക്കാം. അതിന്റെ കണക്കുകളും ഞാനിവിടെ ബോധ്യപ്പെടുത്താം. സോ അതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പ്രോഗ്രാംസിന്റെ പ്രൊമോഷൻസ് ആണ്. ട്രെയിനിങ് പ്രോഗ്രാമുകൾ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അഡ്വർടൈസ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആണ്. രണ്ടാമത്തെ വരുമാന സ്രോതസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആണ്. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. കമ്പനികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽസിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഈ 3 വരുമാന സ്രോതസ്സുകളാണ് മെയിനായിട്ടും എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ടും അത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതും സാധ്യമായിട്ടുള്ളത്. ഇതിൽ ട്രെയിനിങ് പ്രോഗ്രാംസിൽ നിന്നുള്ള ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 15,000-ഓളം സ്റ്റുഡൻസിനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത്രയും സ്റ്റുഡൻസ് ഈ കോഴ്സുകളിൽ വിവിധ ബാച്ചുകളിലായിട്ട് പലപ്പോഴായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് അത്രയധികം സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്നുള്ള റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് സാധ്യമായിട്ടുള്ളത്. ഓക്കെ, 15,125 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിലുള്ള സ്റ്റുഡൻസ് ആണ്. സോ ഇതിനെ 6,500 എന്ന ഓഫർ ഫീസ് വെച്ച് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ പകുതിയോളം പേര് യഥാർത്ഥത്തിൽ ഫുൾ ഫീസിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണ്. എങ്കിലും ഞാനിവിടെ 6,500 വെച്ച് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാണ്. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും 9,83,00,000 എന്ന് പറയുന്ന കഴിഞ്ഞ 4 വർഷത്തെ റവന്യൂ ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും 2,45,00,000 എന്ന് പറഞ്ഞാൽ 245 lakhs പെർ ഇയർ. സോ ഇതിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞാനിവിടെ പറഞ്ഞ ടൂൾസും ടെക്നിക്സും പഠിച്ച് എഫർട്ട് ഇട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ 36 lakhs പെർ ഇയറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിന് തീർച്ചയായിട്ടും നമ്മുടെ പ്രയത്നം ആവശ്യമാണ്. അപ്പൊ ഞാൻ എൻ്റെ കണക്കിലൂടെ ബോധ്യപ്പെടുന്ന മറ്റൊന്നുണ്ടല്ലോ, ഇത് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതിന് വേണ്ടിയാണ് ഞാനിവിടെ കാണിച്ചത്. ഇനി രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആണ്. സർവീസസ് നമ്മൾ കൊടുക്കുന്ന ഏതാനും ചില ക്ലയൻസിനെ ഞാൻ ഇവിടെ കാണിക്കാം. സോ പല ബിൽഡേഴ്സ് ഉണ്ട്, ഇന്റീരിയർ ഡിസൈൻ കമ്പനികളുണ്ട്, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്. സോ അവർക്ക് സർവീസസ് ചെയ്ത് കൊടുക്കുന്നതിന് ഭാഗമായിട്ട് മന്ത്ലി റവന്യൂ 5 lakhs to 8 lakhs ഡിപ്പെൻസ് ഓൺ ദ വർക്ക്. ചില മാസങ്ങളിൽ വർക്ക് കൂടുതലായിരിക്കും, ചില മാസങ്ങളിൽ വർക്ക് കുറവായിരിക്കും. 5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയാണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. ഇത് എല്ലാ വർക്കുകളും ഞാനല്ല ഇപ്പോൾ ചെയ്യുന്നത്, നമുക്കിവിടെ സ്റ്റാഫുകളുണ്ട്, ഞാൻ അതിന് മേൽനോട്ടം കൊടുക്കുകയാണ് ചെയ്തത് സർവീസസിൽ. അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് അല്പസമയത്തിനുള്ളിൽ നമ്മൾ കാണുന്നത്. ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡാണ്. അറൌണ്ട് 80,000 പെർ മന്ത് ആണ് അതിന്റെ റവന്യൂ അല്ലെങ്കിൽ അതിന്റെ വരുമാനം എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മണി മേക്കിംഗ് സ്കില്ലാണ്. ഇതിനുവേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുകയോ നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യുകയോ നമ്മുടെ ശ്രദ്ധ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് റിട്ടേൺ ആയിട്ട് വരും എന്നുള്ളതാണ് ഞാൻ എൻ്റെ എക്സാമ്പിളിലൂടെ ഇവിടെ പറഞ്ഞത്.
മാത്രമല്ല മറ്റുള്ളവരുടെ നമ്മുടെ കോഴ്സ് പഠിച്ചിട്ടുള്ളവരുടെ എക്സാമ്പിൾസ് ഞാനിവിടെ കാണിച്ചു എന്നുള്ളതാണ്. ഓക്കെ, സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു എക്സാം നടത്തി അത് പാസ്സായതിനു ശേഷമാണോ? അല്ല, എക്സാം നടത്തി പാസ്സായതിനു ശേഷമല്ല. നിങ്ങൾക്ക് 3 മാസം കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് 3 മാസത്തിന് ശേഷം തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. സോ ജോയിൻ ചെയ്ത് നിങ്ങളിവിടെ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പേയ്മെന്റ് അടച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾ 3 മന്ത്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിന്റെ ഭാഗമായിട്ട് ഒരു ഫോം ലഭിക്കും. ആ ഫോം ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പേര് വെച്ചുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. വാലിഡ് സർട്ടിഫിക്കറ്റ് ആണ്, സീലും സിഗ്നേച്ചറും അതേപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പറും എല്ലാം ഉള്ള വാലിഡ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് മറ്റ് ടോപ്പിക്കുകളിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എനിക്ക് മെസ്സേജ് അയക്കുന്നു, അവർക്ക് പേയ്മെന്റ് എറർ വന്നു എന്നുള്ളത്. പേയ്മെന്റ് എറർ വന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഇൻഫോം ചെയ്യുക. അവർ ആ സീറ്റ് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ ആൾട്ടർനേറ്റീവ് പേയ്മെന്റ് ലിങ്ക് തരുന്നതായിരിക്കും. ഓക്കെ, വീണ്ടും പേയ്മെന്റ് അടച്ച മെസ്സേജ് വരുന്നുണ്ട്. താങ്ക് യു ഫോർ ദ പേയ്മെന്റ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓഫർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാവുന്നതാണ്. ഡാനിറ്റ് സാറിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ പേയ്മെന്റ് ഡാനിറ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് മറ്റ് ടോപ്പിക്കുകളിലേക്ക് കടന്നാൽ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ് മറ്റ് ടോപ്പിക്കുകളിലേക്ക് കിടക്കാൻ. സോ ആ സമയം കൊണ്ട് പേയ്മെന്റ് അടയ്ക്കാനുള്ളവർ ഇമ്മീഡിയറ്റ്ലി അടയ്ക്കാവുന്നതാണ്. 7 മിനിറ്റ് കൂടെ റിമെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ് റെഡി ആണ്. ഓക്കെ ഓക്കെ, പലരും ചോദിക്കാറുണ്ട് ഈ AI ഒക്കെ വരുമ്പോഴത്തെ നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിനെ ബാധിക്കുമോ, ഇതൊക്കെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ചോദിക്കാറുണ്ട്. അതിനുള്ളൊരു എക്സാമ്പിൾ ഞാനിവിടെ പറയാം. അതിനുള്ളൊരു ഉത്തരമായിട്ടൊരു എക്സാമ്പിളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് 2 മിനിറ്റ് കൊണ്ട്. ഇത് 2-3 വർഷം മുമ്പ് നടന്ന സംഗതിയാണ്. തലശ്ശേരിയിലുള്ള വലിയൊരു സ്റ്റുഡിയോയിൽ പോയി ക്ലാസ് എടുത്തത്. 7-8 ഡിസൈനേഴ്സ് ഉള്ള വലിയ സ്റ്റുഡിയോ ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഓണർ എന്നെ വിളിച്ച് പറഞ്ഞു, ക്ലാസ് എനിക്ക് ഏറെ പ്രയോജനപ്പെട്ടു സാറാ, ക്ലാസ്സിൽ പറഞ്ഞ ഈ ടൂള് കാരണം എനിക്ക് 2 സ്റ്റാഫിനെ കുറയ്ക്കാൻ സാധിച്ചു. ഇത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരുടെ ജോലി നഷ്ടപ്പെട്ടു. എന്താ സംഭവിച്ചത് അവിടെ എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. അവിടെ 2 പേരുടെ ജോലി നഷ്ടപ്പെടാൻ ഇടയാക്കിയ ടൂളാണ് remove.bg എന്ന് പറയുന്ന ടൂൾ. www.remove.bg, അതായത് ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു ടൂളാണ്. സാധാരണഗതിയിൽ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പഴയ രീതിയിലാണെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കുന്ന സ്ഥലത്താണ് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വെറും 1/2 മിനിറ്റ് കൊണ്ട് അതിന്റെ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തത്. എങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിക്കാം. ലൈവായിട്ട് ഞാനിവിടെ ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, അതായത് രജനീകാന്തിന്റെ ഒരു ഇമേജാണ്. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ കോർണറിലൂടെ ഇങ്ങനെ വരച്ച് സമയമെടുത്ത് ഇങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്. പഴയ രീതിയിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നവർ അരമണിക്കൂറൊക്കെ എടുത്തായിരിക്കും റിമൂവ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഇമേജ് നമ്മുടെ ടൂളായ remove.bg ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ആയി കിട്ടും. സോ പണ്ട് സ്റ്റുഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ആളിനെ എടുക്കുമായിരുന്നു. സോ അങ്ങനെയുള്ള 2 പേരുടെ ജോലിയാണ് നഷ്ടപ്പെട്ടു പോയത്. ഓക്കെ, ഞാൻ രജനീകാന്തിന്റെ ഇമേജ് ഇതിനകത്തേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പോയി കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്താണ് നമുക്കിപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ എടുക്കുന്ന ഒരു ജോലി വെറും 1/2 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. സോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കട്ടായി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ AI എന്ന് പറയുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളുകളാണ്. പക്ഷെ നമ്മളത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലിക്ക് ഒരു ഭീഷണിയാണ്. നമുക്ക് ജോലി നഷ്ടപ്പെടാം. കാരണം ഇപ്പം പോസ്റ്റർ ഡിസൈൻ ചെയ്യാനും കണ്ടന്റ് എഴുതാനും വീഡിയോ ഉണ്ടാക്കാനും അതുപോലെ തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതൊക്കെ ഞാനിവിടെ ചെയ്ത് കാണിച്ചു. കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ വെബ്സൈറ്റ് ഒക്കെ വന്നു കഴിയും. സോ ഇതൊക്കെ എടുത്ത് നമ്മൾ പ്രയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം ബിസിനസ് ചെയ്യുന്നവരുടെ കേസിലാണെങ്കിലോ അവരിത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ഇതെല്ലാം അപ്ലൈ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുക, നമ്മൾ കാഴ്ചക്കാരി ഇരിക്കാൻ പറ്റിയിരിക്കും. നമ്മുടെ കോഴ്സിനെ AI പവേർഡ് ആക്കി മാറ്റാനുള്ള കാരണവും ഇത് തന്നെയാണ്. അതായത് ഓരോ മാസങ്ങളിലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ടൂളുകൾ ആഡ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റഡ് ആയിട്ടാണ് ഈ കോഴ്സ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നിന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നിലായി പോകും, ഔട്ടായി പോകും എന്നുള്ളത് സംശയമൊന്നുമില്ല. സോ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ AI നല്ലതാണ്, പക്ഷെ നമ്മളത് ഉപയോഗിക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കും. നമ്മുടെ സമയം ലാഭിക്കാൻ സാധിക്കും, നമ്മുടെ ജോലി സെക്യൂർഡ് ആവും, ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം.
ഇനി സീറ്റ് അവൈലബിൾ ആണോ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്നു. സീറ്റ് അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ചില ഒരു ഗ്രൂപ്പിൽ കൂടെ ഓഫർ ക്ലോസ് ചെയ്യുന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എക്സിക്യൂട്ടീവിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ്. ചില ഗ്രൂപ്പുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓഫർ. 40,500 ആണ് ചില ഗ്രൂപ്പുകളിൽ, ചിലതിൽ 6,500 അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് ഒന്ന് കിടക്കാം. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകമാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അല്ലേ? നമ്മൾ വളർന്നിരിക്കുമ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ആക്റ്റീവ് ഇൻകം. 99% ആൾക്കാർക്കും ആക്റ്റീവ് ഇൻകം ആയിരിക്കും ഉള്ളത്. ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നാലോ മാത്രമായിരിക്കും ഇൻകം വരുന്നത്. പക്ഷെ അതേസമയം കുറച്ച് പേർക്ക് പാസീവ് ഇൻകം ഉണ്ടായിരിക്കും. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജോലി ചെയ്യാതിരിക്കുവാണെങ്കിൽ അവർക്ക് ഒരു വരുമാനം വരുന്നുണ്ടായിരിക്കും. 1-2 എക്സാമ്പിൾ ഞാൻ പറയാം. നല്ല പൈസ ഉണ്ടായിരുന്ന സമയത്ത് അതൊക്കെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് ഷെയറോ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരല്ല ജോലി ചെയ്യുന്നത്, അവരുടെ പൈസയാണ് അവിടെ കിടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പാസീവ് ഇൻകം ആണ്. മറ്റൊരു പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലുകളൊക്കെ വളർത്തിയെടുക്കുന്ന ആൾക്കാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവർ ആദ്യം ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നാൽ പോലും അവർക്ക് പഴയ വീഡിയോകളിൽ നിന്ന് പരസ്യത്തിന്റെ വരുമാനം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവർ ഒരു ജോലിക്കും പോയില്ലെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാനുള്ള വരുമാനം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് പാസീവ് ഇൻകം ആണ്. അവർ പണ്ട് ചെയ്തിട്ടുള്ള എഫർട്ടിന്റെ ഭാഗമായിട്ട് ഇപ്പം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ എക്കാലവും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, അതിനെപ്പറ്റിയുള്ള ഒരു ഫേമസ് കൊട്ടേഷൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ് വാരൻ ബഫറ്റ്. ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ 10ാം സ്ഥാനത്തിനുള്ളിൽ വരുന്ന ആളാണ് വാരൻ ബഫറ്റ്. അദ്ദേഹം പറയുന്നത്, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ്, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും വരുമാനം കിട്ടുന്ന ഒരു സംവിധാനം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യു വിൽ ഹാവ് ടു വർക്ക് അണ്ടിൽ യു ഡൈ. മരിക്കുന്നവരെ നമ്മൾ ജോലി ചെയ്തിട്ടിരിക്കേണ്ടി വരും. അല്ലേ? നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പാസീവ് ഇൻകം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ, നമ്മൾ എക്കാലവും ജോലി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. സോ അവിടെയാണ് ആക്ച്വലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പാസീവ് ഇൻകം നമുക്ക് ഇപ്പോഴേ തുടങ്ങിയാൽ പിന്നീട് നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ പോലും അല്ലെങ്കിൽ ബിസിനസ് പിന്നിലായി പോയാൽ പോലും ഇതിൽ നിന്നൊരു വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കും. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? അതൊരു പാസീവ് ഇൻകം മെത്തേഡാണ്. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ ഇവിടെ കാണിക്കാം. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ digitalmagnetonline.com എന്ന നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഒരിക്കൽ കൂടി എടുക്കുകയാണ്. ഈ സൈറ്റിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ സൈഡിൽ ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്നൊരു പരസ്യം വെച്ചിരിക്കുന്നുണ്ടോ? സോ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ആമസോണിന്റെ പരസ്യം എന്തിനാണ് നമ്മുടെ സൈറ്റിൽ വെച്ചിരിക്കുന്നത്? അതിന്റെ ഉദ്ദേശം ഇതിനകത്ത് ആരെങ്കിലും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവർ ആമസോണിലേക്ക് പോവുകയും ആമസോണിൽ നിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ എനിക്കൊരു കമ്മീഷൻ ലഭിക്കുകയും ചെയ്യും. ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ ആമസോണിലേക്ക് റെഫർ ചെയ്യുന്നു, റെഫറൻസിലൂടെ പോയി ആരെങ്കിലും വാങ്ങിക്കുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടും. ഇത് ലഭിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആമസോണിൽ വന്ന് ഒരു അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബിക്കം ആൻ അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ആമസോണിന്റെ സൈറ്റിനകത്ത് ഏറ്റവും അടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ട് ആമസോണിൽ അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആമസോൺ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. സോ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്ക് കമ്മീഷൻസ് വരുന്നത്. ഇതേപോലെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ആമസോണിൽ നിന്ന് എടുക്കുന്ന ഏത് ലിങ്ക് നമുക്ക് കമ്മീഷൻ കിട്ടുന്ന ലിങ്കുകളായിരിക്കും. ആ ലിങ്കുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യാം, വെബ്സൈറ്റിലൂടെ പ്രൊമോട്ട് ചെയ്യാം, മറ്റ് ഇന്റർനെറ്റ് മെത്തേഡുകളിലൂടെ പ്രൊമോട്ട് ചെയ്യാം, വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പ്രൊമോട്ട് ചെയ്യാം. സോ അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ ആരെങ്കിലും അത് ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻസ് ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ കൊടുക്കുന്ന അഫിലിയേറ്റ് ലിങ്കിലൂടെയാണ് മേടിക്കുന്നതെങ്കിൽ അവർക്ക് ലാപ്ടോപ്പും കിട്ടും, നിങ്ങൾക്ക് ഒരു കമ്മീഷനും കിട്ടും. അതേസമയം അവർ നേരിട്ടാണ് ആമസോണിൽ കയറി മേടിക്കുന്നതെങ്കിൽ അവർക്ക് ലാപ്ടോപ്പ് മാത്രമേ കിട്ടുള്ളൂ. രണ്ടിനും ഒരേ ചാർജും ആയിരിക്കും. അതായത് ആമസോണിൽ അവർ നേരിട്ട് കയറി വാങ്ങിച്ചാലും നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കിലൂടെ പോയി ലാപ്ടോപ്പ് വാങ്ങിച്ചാലും രണ്ടിനും ഒരേ വിലയാണ് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമുക്കുള്ള കമ്മീഷൻ തരുന്നത് ആമസോണിന്റെ പ്രോഫിറ്റിൽ നിന്നാണ് നമുക്ക് അവർ കമ്മീഷൻ തരുന്നത്. അല്ലാതെ ഒരു അഫിലിയേറ്റ് ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് ഒരാൾ പോകുമ്പോൾ അയാളുടെ എക്സ്ട്രാ പൈസ മേടിച്ചിട്ടല്ല നമുക്ക് തരുന്നത് എന്നുള്ളതാണ്.
സോ എന്ന് വെച്ചാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഇതിന് ആമസോണിന് മാത്രമല്ല അഫിലിയേറ്റ് ലിങ്കുകൾ ഉള്ളത്. നിരവധി കമ്പനികൾക്ക് അഫിലിയേറ്റ് ലിങ്ക് ഉണ്ട്. ജനറലി ഞാൻ പറഞ്ഞേ ഉള്ളൂ, ആമസോണിന്റെ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീണ്ടും വേറെ ലിങ്കുകൾ അതിനടിയിൽ വെച്ചിട്ടുണ്ട്. ആമസോണിന്റെ ലിങ്കിന്റെ അടിയിൽ വേറെയും ലിങ്കുകൾ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതും അഫിലിയേറ്റ് ലിങ്കാണ്. സോ ഒരു ജനറൽ കൺസെപ്റ്റ് ആണ് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവൻ നമ്മുടെ കമ്പനിയിലും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, കമ്പനിക്കുള്ളിലും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ കോഴ്സിന്റെ പ്രൊമോഷന് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ കാണാൻ സാധിക്കും ലേൺ ആൻഡ് ഏൺ. അതായത് നമ്മുടെ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതാണ് ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോഴ്സുകളുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഡെമോ ക്ലാസ്സുകൾ കണ്ടക്ട്. ഈ ഡെമോ ക്ലാസ്സുകളുടെ നിങ്ങളുടെ കെയർ ഓഫിലുള്ളവരോ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇരിക്കുന്നവരെയോ ആരെങ്കിലും ഒക്കെ പങ്കെടുപ്പിക്കുമ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ കെയർ ഓഫിൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നു. സോ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ഇൻസെന്റീവ് ലഭിക്കും. സോ ഇതിലേക്ക് മുടക്കിയ പൈസ തന്നെ, ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി മുടക്കിയ പൈസ തന്നെ നിങ്ങൾക്ക് 2-3 പേര് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. സോ അതാണ് അഫിലിയേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ പ്രസന്റ്ലി കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമായിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പബ്ലിക്കിലേക്ക് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഓപ്പൺ ചെയ്തിട്ടില്ല. കാരണം കോഴ്സിനെ പറ്റി മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ട് മറ്റൊരാളെ റെഫർ ചെയ്താൽ മതി എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആ ഒരു സിസ്റ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചകളിലും ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു പാസീവ് ഇൻകം മെത്തേഡാണ്, നമുക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആമസോണിന്റെ അഫിലിയേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ആമസോണിനകത്ത് വന്ന് രജിസ്റ്റർ ചെയ്ത് അഫിലിയേറ്റ് ആയിട്ട് മാറാവുന്നതാണ്. അത് ഫ്രീ ആയിട്ട്, പ്രത്യേകിച്ച് അഫിലിയേറ്റ് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിനി ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? റെഡി ആണെങ്കിൽ കമന്റ് ചെയ്യാം. സമയം 9:20 ആയിട്ടുണ്ട്. 9:30 വരെയാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ വരുന്നത്. 10 മിനിറ്റ് കൂടി ആയിരിക്കും നമ്മുടെ സെഷൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, റെഡിയാണോ? ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ? യെസ്, റെഡിയാണ്. വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, വീഡിയോ ക്രിയേഷനിലേക്ക് കടക്കുന്നുണ്ട്. ഞാൻ ആമസോൺ സെല്ലിംഗ് കഴിഞ്ഞ് വീഡിയോ ക്രിയേഷൻ ആയിരിക്കും പറയുന്നത്. ഓക്കെ, ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിന്റെ സൈറ്റിൽ വന്ന് നമ്മളൊരു സെല്ലർ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ആമസോണിന്റെ സൈറ്റ് ഞാൻ എടുത്തിരിക്കുന്നു. ഇതിലേക്ക് ഏറ്റവും താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സെൽ ഓൺ ആമസോൺ. ഈ സെൽ ഓൺ ആമസോണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന അക്കൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ഈ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നതിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് പറയുന്ന ആമസോൺ സെല്ലർ സെൻട്രൽ എന്നാണ് പറയുന്നത്. ഈ സെല്ലർ സെൻട്രൽ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആമസോണിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്ത് സെല് ചെയ്യാൻ സാധിക്കും. ചില എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിക്കാം. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ബനാന ചിപ്സ് ആൾക്കാർ ഇതിനകത്തൂടെ ഇരട്ടി വിലയ്ക്കാണ് ആക്ച്വലി വിൽക്കുന്നത്. മറ്റ് സ്റ്റേറ്റിലുള്ളവരാണ് അത് ഇഷ്ടം പോലെ വാങ്ങിക്കുന്നത്. ഓക്കെ, കേരള ബനാന ചിപ്സ് എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് സെർച്ചിൽ 1ാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നു. സ്പോൺസേഡ് എന്നുള്ള ഒരു അഡ്വർടൈസിംഗ് സിസ്റ്റം ഇതിനകത്തുണ്ട്. അതിലൂടെ സെർച്ചിൽ 1ാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആമസോണിൽ സെർച്ചിൽ 1ാം സ്ഥാനത്ത് നമുക്ക് ഇതേപോലെ എത്തിക്കാൻ സാധിക്കും. ഇനി ഇതേപോലെ ഇത് മാത്രമല്ല, മറ്റു ചില എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, ഇത് കേരള ബനാന ചിപ്സ് എന്നുള്ള രീതിയിൽ ഇതിനകത്തൂടെ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വെറുതെ കിടക്കുന്ന കോക്കനട്ട് ഷെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ചിരട്ട ആൾക്കാർ ഇതിനകത്ത് വിൽക്കുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം. ടപ്പിയോക്ക സ്റ്റെം കട്ടിങ്സ്, മരച്ചീനി കമ്പുകൾ. ടപ്പിയോക്ക സ്റ്റെം കട്ടിങ്സ് എന്ന് ഇതിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മൾ മരച്ചീനി നടാൻ അല്ലെങ്കിൽ കപ്പ നടാൻ വേണ്ടി കുഴിച്ച് വെക്കുന്ന കമ്പുകൾ ഇതിനകത്തൂടെ ആൾക്കാർ വിൽക്കുന്നത്. ഓക്കെ, അതായത് 4 കമ്പാണ്, വെറും 4 കമ്പ്, 4 മൂട് ചീനിക്ക് അല്ലെങ്കിൽ 4 മൂട് കപ്പ നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പാണ് 250 രൂപയ്ക്ക് വിൽക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ആര് മേടിക്കാനാണ്? ഇത് മേടിക്കാൻ ആൾക്കാരുണ്ട്. വേറൊന്നുമല്ല, മറ്റു പല സിറ്റികളിലുള്ള ആൾക്കാർ അവരുടെ സ്വന്തം പറമ്പിലൊക്കെ 1-2 സെന്റിലൊക്കെ നടാനുള്ളവർ അയൽവക്കത്ത് പോയി മേടിക്കാൻ പറ്റത്തില്ല, അവർ ഓൺലൈനിലൂടെ കയറി മേടിക്കും. സോ ഇതേപോലെ പല ഓപ്പർച്യൂണിറ്റികളും ആമസോണിലുണ്ട് എന്നുള്ളതാണ്. കോക്കനട്ട് ഷെൽ എന്നുള്ളത് ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതിനകത്ത് കോക്കനട്ട് ഷെൽ എന്ന് സെർച്ച് ചെയ്ത് ബാക്കി ചിരട്ട വിൽക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. 4 കിലോ ചിരട്ട 560 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതായത് 1 കിലോയ്ക്ക് 140 രൂപയാണ്. 1 കിലോ തേങ്ങയ്ക്ക് 140 രൂപയില്ലല്ലോ, പക്ഷെ 1 കിലോ ചിരട്ട അതിനകത്തുള്ള 140 രൂപയ്ക്ക് വിൽക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇതേപോലെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആമസോണിലുണ്ട്. ഒരു പ്രോഡക്റ്റും കയ്യിലില്ലെങ്കിലും
ആമസോണിലൂടെ സെല് ചെയ്ത് വരുമാനം ഉണ്ടാക്കും. ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല, അതെന്തുവാണ് പരിപാടി? അതായത് ആമസോണിൽ ഒരു ഓർഡർ വരുമ്പോൾ അത് ഫുൾഫിൽ ചെയ്യാൻ 2 ദിവസത്തെ സാവകാശം കിട്ടും. ഇതിനാവും വെച്ച് സംഘടിപ്പിക്കാനുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണ്ട. അതായത് നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ഒക്കെ പല പ്രോഡക്റ്റുകളും ഉണ്ടായിരിക്കും. നമ്മൾ അവരെ അപ്രോച്ച് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പറയുക, ഞാൻ ആമസോണിലൂടെ സെല് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഇപ്പോൾ എടുക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് അയക്കാനാണ് ഉദ്ദേശിക്കുന്നത്, വില കുറച്ച് തരാനൊക്കെ ആവശ്യപ്പെടുക. ചിലർ വില കുറച്ച് തരും. ഇനി വില കുറച്ച് തന്നില്ലെങ്കിലും നമ്മൾ അതിനകത്ത് നിന്ന് അവരുടെ പെർമിഷൻ മേടിച്ചിട്ട് അത് ലിസ്റ്റ് ചെയ്യുക. ഓർഡർ വരുമ്പോൾ അവരെ ഇത് മേടിച്ച് അയച്ചു കൊടുക്കും. അങ്ങനെ തുടക്കം ഇടാൻ സാധിക്കും. നമ്മുടെ പെയ്ഡ് കോഴ്സിലുള്ള പലരും അങ്ങനെയാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നല്ല ഓർഡറുകൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ സ്റ്റോക്കുകൾ എടുക്കാൻ തുടങ്ങി, അതിന് വീണ്ടും വില കുറച്ച് കിട്ടാൻ തുടങ്ങി അവർക്ക്. ആ രീതിയിലൊക്കെ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. സോ അപ്പോൾ ആമസോൺ സെല്ലിംഗ് നല്ലൊരു ഓപ്ഷനാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ബയറായിട്ടിരിക്കുകയാണെങ്കിൽ, കടകളിൽ പോയി മേടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ കയറി മേടിക്കുന്നു, എപ്പോഴും ഒരു ബയറായിട്ടിരുന്ന നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളൊരു സെല്ലർ കൂടിയായി മാറുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക എന്നുള്ളതാണ്. അതിന് ആമസോൺ സെല്ലിംഗ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ അത് രജിസ്റ്റർ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. നമ്മുടെ ആമസോണിന്റെ സൈറ്റിലേക്ക് വരിക. ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സെൽ ഓൺ ആമസോണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിനൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. മൊബൈലിലാണെങ്കിൽ സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ ഉണ്ട്. ആമസോൺ സെല്ലർ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അപ്പോൾ ട്രൈ ചെയ്യാം ആമസോൺ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ആമസോണിൽ ഫ്രീ ആയി പ്രോഡക്റ്റ് വിൽക്കാൻ നമുക്ക് പറ്റിയാൽ ആമസോണിന് എങ്ങനെ വരുമാനം കിട്ടും? ആമസോണിൽ ഫ്രീ ആയി പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു പ്രോഡക്റ്റ് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ ഒരു പൈസയും കൊടുക്കണ്ട. അതിനകത്ത് വിറ്റഴിക്കുമ്പോൾ അതിനകത്ത് കമ്മീഷൻ കൊടുക്കണം. കമ്മീഷൻ കഴിഞ്ഞിട്ടുള്ള പൈസയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ലുലു മാളിൽ ചെന്നിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എൻ്റെ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അവിടെ കൊണ്ട് വെക്കുന്നതിന് തന്നെ അവിടെ അവർക്ക് പൈസ കൊടുക്കണം, ഒന്നും വിറ്റഴിച്ചില്ലെങ്കിലും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതിന്. ഇവിടെയാണെങ്കിലോ ആമസോണിൽ നമുക്ക് എത്ര പ്രോഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. ഒരു കച്ചവടം നടന്നില്ലെങ്കിലും 1 രൂപ പോലും ആമസോണിൽ കൊടുക്കണ്ട. പക്ഷേ അതിനകത്തൂടെ വിറ്റഴിക്കുമ്പോൾ അതിന്റെ കമ്മീഷൻ എടുത്തിട്ടുള്ള പൈസ ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ആമസോണിൽ ബിക്കം ആൻ അഫിലിയേറ്റ്, ആമസോൺ സെല്ലർ സെന്ററിൽ 2 ഓപ്ഷൻ മൊബൈലിൽ കിട്ടും. അതായത് ലെവലിൽ കമ്പ്യൂട്ടറിലും കൂടി എടുക്കാൻ സാധിക്കും. രണ്ടും നമുക്ക് മൊബൈലിൽ എടുക്കാൻ സാധിക്കും. സെല്ലർ സെൻട്രലും അതേപോലെ തന്നെ ആമസോണിൽ ഇത് രണ്ടും, അതായത് സെല്ലർ സെന്ററിലും എടുക്കാം, അത് കൂടാതെ നമ്മുടെ ബിക്കം ആൻ അഫിലിയേറ്റ് രണ്ടും എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ആക്ച്വലി അതിനെപ്പറ്റി പറയാനുള്ളത്. നമുക്കിനി എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിയാലോ. AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ കമന്റ് ചെയ്യാം. AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ? യെസ്, റെഡിയാണ്. ഓക്കെ, AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിടിലം വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കും. ഞാൻ നിരവധി വീഡിയോകൾ AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇവൻ AI വീഡിയോ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ ഒരു കണ്ടന്റ് എല്ലാം നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാനും ചില വീഡിയോകൾ AI ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. ഇതിന് എങ്ങനെയാണ് ചെയ്തതെന്ന് കൂടെ കാണിക്കാം. നമുക്ക് ഇതേപോലെയുള്ള ഫണ്ണി വീഡിയോകൾ നമുക്ക് ആ ഒരു സംഭാഷണം ഉൾപ്പെടെയുള്ളത് നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഗായ്സ്, ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാൻ ജസ്ലി സാറിന്റെ ക്ലാസ്സിന് വേണ്ടി ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ. ഗായ്സ്, ഒരു തെങ്ങി കയറി 50 രൂപ കിട്ടും. ഇനി കേരളത്തിൽ തന്നെ കൂടണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഈ വീഡിയോയും നിർമ്മിച്ചത് ജസ്ലി സാറാണ്. 1 മിനിറ്റിനുള്ളിൽ AI ടൂൾ ഉപയോഗിച്ച്. അദ്ദേഹത്തിന്റെ പരിശീലനത്തിൽ പങ്കെടുത്ത് നിങ്ങൾക്കും AI വീഡിയോ സൃഷ്ടിക്കാം. ഇതേപോലെയുള്ള ആനിമേഷൻ വീഡിയോസ് AI ഉപയോഗിച്ച് നിർമ്മിക്കാം. Welcome to Galaxy Car Care, your one-stop destination for all. നമുക്ക് ഇതേപോലുള്ള പ്രൊമോഷണൽ വീഡിയോസ്, ഒറിജിനലി ആള് വന്ന് സംസാരിക്കുന്ന വീഡിയോ. Welcome to Kerala. This is an AI generated video. ഓക്കെ, സോ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ സിമ്പിൾ കമാൻഡ് കൊടുത്ത് AI ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ഇത് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ജെമിനി AI ടൂളാണ് ഉപയോഗിക്കുന്നത്. ജെമിനി എന്ന് പറയുന്ന AI ടൂള് ഗൂഗിളിൻ്റെതാണ്. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ എടുത്ത് ജെമിനി AI എന്ന് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ജെമിനി AI എന്ന് സെർച്ച് കൊടുക്കുക. നമുക്കിവിടെ അതിന്റെ ലിങ്ക് ലഭിക്കും. ഗൂഗിൾ ജെമിനി AI, gemini.google.com, അതാണ് ആ സൈറ്റിന്റെ ലിങ്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും.
പക്ഷേ ഇതിന്റെ പ്രീ വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമേജുകൾ വരെ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന്റെ വീഡിയോ ജനറേഷൻ എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ഫോർ 1 month. ഓക്കെ, ഒരു മാസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ട് നമുക്ക് ഉള്ളതിനെ നമുക്ക് പെയ്ഡ് ആക്കിയത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെയ്ഡിലേക്ക് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ നമ്മൾ കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ വീഡിയോ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള ആ ഒരു സ്പൈഡർമാൻ തെങ്ങി കയറുന്ന വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സോ അതിനുശേഷം ഇവിടെ കമാൻഡ് കൊടുക്കുക. ഓക്കെ, കമാൻഡ് എന്ന് പറയുന്നത് എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്കെ, ഇതാണ് അതിൻ്റെ കമാൻഡ്. ക്രിയേറ്റ് എ വീഡിയോ that a Spider-Man climbs a coconut tree in Kerala. ഇനി മലയാളത്തിൽ കൊടുത്താലും അത് എടുക്കും. കേരളത്തിലെ ഒരു തെങ്ങിൽ ഒരു സ്പൈഡർമാൻ കയറുന്നു ആൻഡ് സേയിങ് എ ഡയലോഗ്. ഓക്കെ, ആൻഡ് സേയിങ് എ ഡയലോഗ് എന്ന് പറഞ്ഞ് എന്താണോ അയാൾ പറയാൻ ഉദ്ദേശിച്ച സംഭാഷണം അത് മലയാളത്തിൽ കൊടുക്കുക. ഓക്കെ, കൊടുക്കുവാണെങ്കിൽ മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ കൊടുക്കുവാണെങ്കിൽ ആ സംഭാഷണം ആ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് ലഭിക്കും. ഇവിടെ ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന കമാൻഡ് എടുത്തതിന് ശേഷമാണ് നമ്മൾ അവിടെ ആ ഒരു കമാൻഡ് കൊടുക്കേണ്ടത്. ഇത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് വീഡിയോ ആക്കി തരും. അതിനകത്ത് നമ്മൾ എന്ത് സംഭാഷണമാണോ ഉൾപ്പെടുത്തിയത് ആ സംഭാഷണം ഉൾപ്പെടെയായിരിക്കും അത് വീഡിയോ നിർമ്മിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഗൂഗിൾ ജെമിനി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ നിർമ്മിക്കാൻ സാധിക്കും. ഇവിടെ ക്രിയേറ്റിംഗ് വീഡിയോ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജനറേറ്റിംഗ് വീഡിയോ ഔട്ട്പുട്ട് വരാൻ 1 മിനിറ്റോ 2 മിനിറ്റോ സമയം എടുക്കും. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് വീഡിയോ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. സോ അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ പവർഫുൾ ആയിട്ടുള്ള സിമ്പിൾ ടൂളാണ് ആക്ച്വലി ഈ ഗൂഗിൾ ജെമിനി AI എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ കമാൻഡ് കൊടുത്തുകൊണ്ട് AI വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ബിസിനസിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും ഫണ്ണി വീഡിയോസും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് നിർമ്മിക്കാം. ട്രൈ ചെയ്യാം ഗൂഗിൾ ജെമിനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് പോലെ ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ എൻഡിങ്ങിലേക്ക് വരാം. സോ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വന്നത് കൂടി ഞാൻ 1 മിനിറ്റ് കൊണ്ട് പറയാം. 2016 ബാംഗ്ലൂരിൽ വിപ്രോയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നതും അത് കൂടുതലായിട്ട് പഠിക്കുകയും ചെയ്തത്. ഇതിലേക്ക് കടന്നു വരാൻ എന്നെ പ്രേരിപ്പിച്ച 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. രണ്ടാമത്തത്, ഈ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഈ ക്ലാസ്സുകളിൽ വരുന്നതും ക്ലാസ് എടുക്കുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന സംഗതിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെ ജോലി ചെയ്യേണ്ടി വരത്തില്ല. കാരണം നമ്മൾ പിന്നെ ആസ്വദിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ വളരെ ഉത്സാഹത്തോടു കൂടി ഈ ഫീൽഡിൽ നിൽക്കുകയും മുന്നോട്ട് പോവുകയും നമുക്ക് ഇത്രയധികം സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് ഈ ഒരു മേഖലയിലേക്ക് വരികയും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതിൽ തുടരുന്നതിൽ. ടെക്നോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ മാത്രം നിന്നാൽ പോരാ. ടെക്കീസ്, ടെക്നോ പാർക്ക്, ഇന്റർനെറ്റ്, അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം നിന്നാൽ പോരാ. എല്ലാവരിലേക്കും എത്തുകയും എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും വേണം. സോ അതുകൊണ്ടാണ് നമ്മൾ ഡെമോ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതും ഇതിന്റെ അവയർനെസ് എല്ലാവരിലേക്ക് എത്തിക്കുന്നതും അതിലൂടെ തന്നെ നമ്മുടെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഫീൽഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ സമയവും ശ്രദ്ധയും കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വരുമാനമായിട്ടോ അല്ലെങ്കിൽ ജോലിയിലുള്ള ഉയർച്ചയായിട്ടോ ബിസിനസ്സിലുള്ള ഉയർച്ചയായിട്ടോ ഒക്കെ തിരിച്ചു വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതിലൂടെ നിങ്ങൾക്ക് ബിസിനസ്സും വരുമാനവും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ പെയ്ഡ് കോഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഇമ്മീഡിയറ്റ്ലി കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും നന്ദി ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തതിന്. ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സർ, ഗുഡ് ക്ലാസ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കമന്റുകൾക്ക് നന്ദി. അതുപോലെ തന്നെ ഈ ഒരു ആക്ച്വലി ലൈവ് ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ട്രാക്കിൽ ഇറങ്ങി ഓടുന്ന ഒരു ഫീലിംഗ് കിട്ടും. മറ്റേ നമ്മൾ ഗാലറിയിൽ ഇരുന്ന് ഇങ്ങനെ കളി കണ്ടോണ്ടിരിക്കുക. യൂട്യൂബിൽ ചില വീഡിയോസ് ഒക്കെ കാണുന്നു, നമ്മൾ ചിലതൊക്കെ അപ്ലോഡ് ചെയ്യുന്നു, ചിലതൊക്കെ ആരത്ത് ചോദിക്കണമെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ഗൈഡൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് പ്രൊഡക്റ്റീവ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. ഇനി ഓഫർ ഉണ്ടോ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്നു. നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്തതിൽ അറിയാൻ പറ്റും. നിങ്ങളുടെ ഗ്രൂപ്പിൽ 6500 ഓഫർ അവൈലബിൾ ആണെന്നുള്ളത്. ഓക്കെ, കാരണം അതിന്റെ സ്റ്റാറ്റസ് ചില ഗ്രൂപ്പുകളിൽ ക്ലോസ് ചെയ്ത് ചില ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആണെന്നാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.